അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. ഞാൻ തുടക്കത്തിലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇന്റർവ്യൂവിന് ആരും ഭീകരമായിട്ട് എന്താ പറയാ, നിങ്ങൾ പലയിടത്തും കാണുന്ന പോലെ അത്യുഗ്രമായിട്ട് നിങ്ങൾ LP UP പഠിച്ച പോലെ ആ കണ്ടന്റ് ഒന്നും അല്ല. LP അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന്റെ ആധാരം എന്ന് പറയുന്നത് അവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കുത്തി നിറച്ച അറിവല്ല അവിടെ പരിശോധിക്കുന്നത്. പിന്നെ എന്താണ് ഇന്റർവ്യൂവിന് എപ്പോഴും എന്താണ് ചെയ്യുന്നത്? ക്വിസ് പ്രോഗ്രാം അല്ലല്ലോ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇന്റർവ്യൂ എന്താ? നിങ്ങളുടെ ഒരു പ്രാക്ടിക്കൽ ലെവലിലുള്ള നോളേജ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള നോളേജ്, അതാണ് അവിടെ എപ്പോഴും ഇന്റർവ്യൂ ബോർഡ് നോക്കുന്നത്. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യും ആനുകാലികങ്ങൾ അല്ലെ, CA അല്ലെ, ആനുകാലിക ചോദ്യങ്ങളും ഉണ്ടാവും. അതായത് ആനുകാലികം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് സമയങ്ങളിൽ ഒരു ഇന്റർവ്യൂവിന് തൊട്ട് മുമ്പ് ഒരു 1 വീക്കിന് അല്ലെ ഒരാഴ്ച മുന്നേ ഉള്ള പത്രമെങ്കിലും എന്ത് ചെയ്യണം? വായിച്ചിരിക്കണം. ഓക്കെ, ഒരാഴ്ച ഞാൻ കാണുന്നുണ്ടോ? കാണാമോ? ബോർഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരാഴ്ച മുന്നേ ഉള്ള പത്രമെങ്കിലും നിങ്ങൾ വായിച്ചിരിക്കണം മസ്റ്റായിട്ട്. അത് കൂടാതെ ആ പത്രം വായന എന്ന് പറയുന്നത് അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മുടെ ഇപ്പൊ കറണ്ട് സിറ്റുവേഷൻ ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ, കൂടാതെ ഇന്റർവ്യൂ ഡേയുടെ അന്നത്തെ പത്രം തീർച്ചയായിട്ടും വായിച്ചിരുന്നു കേട്ടോ. ഓക്കെ, അതായത് ആ ഡേയിലെ പത്രം, ഇന്റർവ്യൂവിന്റെ ഡേ എന്നാണോ ആ ഡേയിലുള്ള പത്രം എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച്, പത്രം വരുത്താത്തവരോ ഉണ്ടെങ്കിൽ പത്രം വരുത്തുന്നില്ല എന്നൊന്നും നോക്കാതെ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ച് പോകുന്ന വഴിക്കോ ഒക്കെ നിങ്ങൾ ആ പത്രം മസ്റ്റായിട്ട് നിങ്ങളത് വായിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, വായിച്ചിരിക്കണം. അതായത് അതിലുള്ള മെയിൻ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ പലർക്കും മെസ്സേജസ് ഒക്കെ നമ്മുടെ ക്ലാസ്സിലുള്ളവരുടെ മെസ്സേജ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, GK എടുത്തില്ലല്ലോ, GK പഠിക്കണ്ടേ? അതായത് നിങ്ങൾ അങ്ങനെയൊന്നും GK ഒന്നും ഭീകരമായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങൾ നന്നായിട്ട് നോക്കി വെച്ചാൽ മതി. നന്നായിട്ട് നോക്കി വെക്കുക. അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ അതിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള GKയുടെ കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ GK പ്ലസ് കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. അല്ലാതെ നമ്മുടെ LP UP പഠിച്ച തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകണ്ട, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് പോകണ്ട. ഓക്കെ, പിന്നെ ഉള്ളൊരു കാര്യം ബയോഡേറ്റയുടെ കാര്യമാണ്. അത് ഞാൻ പറയാം. ഇനി അത് വിട്ടിട്ട് ബയോഡേറ്റയുടെ കാര്യം നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്യാം. അത് വിട്ടിട്ട് ഇപ്പൊ നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന ഒരാളായതുകൊണ്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇന്റർവ്യൂവിന് നമ്മൾ മുന്നേ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത ആ തരത്തിലുള്ള ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂവിന് പോയിട്ടുള്ള കുട്ടികൾ, ഇപ്പൊ ട്രിവാൻഡ്രം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ഒക്കെ, അല്ലെങ്കിൽ അവരിലൊക്കെ കണ്ടുവരുന്ന, അല്ലെങ്കിൽ അവരോടൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അവരോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇതേപോലെ ആപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യങ്ങളാണ്. ആപ്ലിക്കേഷൻ ലെവൽ അനുസരിച്ചിട്ടുള്ള, പ്രാക്ടിക്കബിലിറ്റി അനുസരിച്ചിട്ടുള്ള, നിങ്ങളുടെ ലെവൽ ഓഫ് തിങ്കിങ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എന്തുകൊണ്ട് നിങ്ങളൊരു ടീച്ചർ ആകാൻ ആഗ്രഹിച്ചു എന്നുള്ള ചോദ്യമാണ്. എന്തുകൊണ്ട്, നമ്മൾ പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ്സിൽ, എന്തുകൊണ്ട് നിങ്ങൾ ഒരു ടീച്ചർ ആകാൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ആഗ്രഹിച്ചു. ഓക്കെ, ഈ ചോദ്യമാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ ഇതിന് നിങ്ങൾ നന്നായിട്ടൊരു ആൻസർ കണ്ടെത്തി വയ്ക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, മുന്നേ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതിന് നല്ലൊരു വെട്ടിപ്പായിട്ടുള്ള ആൻസർ നന്നായിട്ട് കണ്ടെത്തി വെക്കുക. മുക്കലും മൂളനൊന്നും വേണ്ട. അതായത് നിങ്ങൾ എന്തറിഞ്ഞില്ലെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞു, സത്യസന്ധരായിരിക്കണം ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ. അറിയാമോ അറിയത്തില്ലയോ, നിങ്ങളിപ്പോൾ ഒരു കാര്യം അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് തന്നെ പറയുക. രണ്ടാമത്തത്, അറിയാവുന്ന കാര്യം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വ്യക്തതയോടെ കൂടി അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഒരു സങ്കോചവും കൂടാതെ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്നുള്ളത്. രണ്ടാമത്തത്, അപ്പൊ ഇങ്ങനൊരു ചോദ്യമാണ് ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത് ഇന്റർവ്യൂവിന്. ഇപ്പോഴും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ, അതുപോലെ തന്നെ മുമ്പ് കഴിഞ്ഞിട്ടുള്ള ഇന്റർവ്യൂവിനും കണ്ടിട്ടുള്ളൊരു ചോദ്യമാണത്. അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം, നിങ്ങളിൽ ഇപ്പൊ ആരെങ്കിലും ഡിഗ്രി പാസ്സായവരുണ്ടോ? ഇപ്പൊ ക്ലാസ്സിലുള്ളവര് ഡിഗ്രി പാസ്സായിട്ടുണ്ടോ? ഡിഗ്രി അമൃത പാസ്. ഏതായിരുന്നു സബ്ജക്ട്? ഹിസ്റ്ററി. ബാക്കിയുള്ളവരോ ഡിഗ്രി ഇല്ലാത്തവരാണോ? മഞ്ജുഷ പിന്നെ ഡിഗ്രി ഉണ്ട്. ഓക്കെ. അപ്പം ഡിഗ്രി ഉണ്ടെങ്കിൽ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഡിഗ്രി പാസ്സായിട്ടുള്ള ഒരാളാണെങ്കിൽ
മിക്കവാറും ആ ഡിഗ്രി പഠിച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ പഠിച്ച ഡിഗ്രി ഏതാണ്, ബിരുദം, ബിരുദാനന്തര കോഴ്സ്, അതൊക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ PhD ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പേപ്പർ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെ ഒരു എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ഡിഗ്രി പഠിച്ച സബ്ജക്റ്റ് മൊത്തം കുത്തിയിരുന്ന് പഠിക്കണമെന്നല്ല പറഞ്ഞ്, അതിനെപ്പറ്റി ഒരു സാധാരണ ഒരു കോമൺ നോളജ് ഉണ്ടായിരിക്കുക, ഇതിനെക്കുറിച്ച് ഒരു കോമൺ ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പഠിച്ച ബിരുദ കോഴ്സോ ബിരുദാനന്തര കോഴ്സോ, അല്ലെങ്കിൽ MPhil പഠിച്ചിട്ടുള്ളവർ കാണും, PhD ചെയ്തിട്ടുള്ളവർ കാണും, അല്ലെങ്കിൽ MPhil പഠിക്കുമ്പോൾ എന്തെങ്കിലും പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുള്ളവർ കാണും. അതൊക്കെ നമ്മൾ ബയോഡേറ്റ കൊടുക്കും. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും സാധാരണയായിട്ട് ചോദിച്ചു കാണുന്നുണ്ട്. ഓക്കെ, പിന്നെയുള്ള ഒരു കോമൺ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. വിദ്യാഭ്യാസവുമായിട്ട്, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഈ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അത് GK പ്ലസ് CA ആണ്. അതായത് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. എക്സാമ്പിൾ, ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, വളരെ നോർമലൈസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് എന്നൊരു ചോദ്യം. അതൊരു GKയുമാണ്, അതൊരു കറണ്ട് അഫയേഴ്സുമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആരാണ്, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സെക്രട്ടറി ആരാണ്, അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസത്തിന്റെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിന്റെ സെക്രട്ടറിയോ പ്രസിഡന്റോ അല്ലെങ്കിൽ ചെയർമാനോ വൈസ് ചെയർമാനോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ചോദ്യം, ആ ലെവലുള്ള ഏതെങ്കിലും ചോദ്യം. അപ്പം ആ ഒരു ഫോമാറ്റിലാണ് ഇതുവരെ നടന്നിട്ടുള്ള എക്സാമുകൾക്കെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വിചാരിച്ചിട്ട് ആരിടത്തും GK ചോദിച്ചിട്ടുള്ളതല്ല. ചിലയിടത്തൊക്കെ നന്നായിട്ട് GK ചോദിച്ചിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ചില ഇന്റർവ്യൂസിനൊക്കെ നന്നായിട്ട് മറ്റുള്ള GK മീൻസ് കോമൺ ആയിട്ടുള്ള GK പാർട്സുകൾ അവിടെ ചോദിക്കുന്നുണ്ട്. പക്ഷെ റെഗുലർ ആയിട്ട് കണ്ടുവരുന്ന ഒരു രീതിയാണ് പറയുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിലരോട് ഞാൻ ഈ പറഞ്ഞ കണക്കുള്ള GK ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല എന്നല്ല, ചോദിക്കുന്നുണ്ട്. പക്ഷെ കൂടുതലും കണ്ടുവരുന്നത് ഈ GK പ്ലസ് CA എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള അമെൻമെന്റുകളും ആക്ടുകളും ഭരണഘടനാ ഭേദഗതികളും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ കറണ്ട് ആയിട്ടുള്ള നമ്മുടെ കരിക്കുലം സിറ്റുവേഷൻസ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള GK, അല്ലാതെ നമ്മൾ മറ്റൊരു എക്സാമിന് പഠിക്കുന്നത് പോലുള്ള ഇന്ത്യയുടെ തെക്കേറ്റത്തെ മുനമ്പേത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അല്ല. ഓക്കെ, അപ്പം ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളോട് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞൊരു കോമൺ സെൻസ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു, ഒരിക്കലും ഒരു ഇന്റർവ്യൂ ബോർഡ് ഒരു ഇന്റർവ്യൂവിന് അല്ലെങ്കിൽ നിങ്ങൾ അടുത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ജനറൽ നോളജ്, നിങ്ങളുടെ സാധാരണയായിട്ടുള്ള അറിവ് എത്രത്തോളം ആഴത്തിലുണ്ട്, ഇദ്ദേഹം എത്ര ബുദ്ധിമാനാണ്, ഇതല്ല അവിടെ അവർ പരിശോധന വിധേയമാക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു വിവേകം, അല്ലെങ്കിൽ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തെ നിങ്ങൾ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ ആ ചോദ്യത്തിന്റെ ഉത്തരം അവരുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നു. ഒരു ചോദ്യം അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനുള്ള മറുപടി അവർക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എങ്ങനെയാണ് ഒരു സാഹചര്യത്തെ പെട്ടെന്ന് കിട്ടുന്ന നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള ഒരു സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നാണ് അവർ പരിശോധിക്കുന്നത്. അല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അവിടെ ഒരു വലിയൊരു ക്വിസ് പ്രോഗ്രാം ആയിട്ടല്ല ഇന്റർവ്യൂ എന്ന് പറയുന്നത്. എപ്പോഴും ആ ഒരു ബോർഡിന്റെ മുന്നിൽ, ഒരു 4-5 പേരുടെ മുന്നിൽ, അവിടെ നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങൾ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിന്റെ ആ കുറച്ച് സമയത്തേക്കുള്ള പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളതാണ് അവിടെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ GK ഒന്നും പഠിച്ചിട്ടില്ല, ഞാൻ ഭീകരമായിട്ടുള്ള മറ്റു കാര്യങ്ങളെ LP UPക്ക് നന്നായിട്ട് പഠിച്ചു, ഞാൻ ഇപ്പോഴൊന്നും നോക്കിയിട്ടില്ല, അങ്ങനെ ഒരു ടെൻഷനേ വേണ്ട. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു GK ചോദ്യം ചോദിച്ചു, പെട്ടെന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് കേട്ട സ്ഥിതിക്ക് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. പെട്ടെന്ന് നിങ്ങൾ അങ്ങോട്ട് ഡിപ്രസ് ആകേണ്ട ആവശ്യമില്ല. അറിയില്ലെങ്കിൽ സർ അറിയില്ല, സോറി സാർ ക്ഷമിക്കണം, അറിയില്ല എന്ന് പറയുക. അതിൽ അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ, ആ ചോദ്യം ചോദിക്കുമ്പോൾ അറിയുന്ന കാര്യമാണെങ്കിൽ അതിൽ കൊടുക്കുന്ന ആൻസർ വളരെ വ്യക്തതയോടുകൂടി നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പ്രസന്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് അറിയാവുന്ന പരമാവധി അറിവുകൾ മൊത്തവും കൂടി അവിടെ മുന്നിലേക്ക് വിളമ്പി കൊടുക്കരുത്. ജസ്റ്റ് ചോദിച്ച ചോദ്യം എന്താണോ
അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം. പിന്നെ അതിന്റെ മുകളിൽ കയറിയിട്ട് അതിനെ ഡിഫൈൻ ചെയ്യാനും അതിനെ വിവരിക്കാനും പോകരുത്. അങ്ങനെ വിവരിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും മറു ചോദ്യം നിങ്ങളോട് ഉണ്ടാവും. അതിനെപ്പറ്റിയുള്ള അടുത്ത ഡീറ്റെയിലിംഗ് നിങ്ങളോട് ഉണ്ടാവും. അപ്പൊ ഡീറ്റെയിലിംഗ് ഉണ്ടാകുമ്പോഴത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വിഷയത്തിലുള്ള അവാഹകമായിട്ടുള്ള പാണ്ഡിത്യം, അവാഹകമായിട്ടുള്ള അറിവ് പ്രദർശിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളോട് അനവധി ചോദ്യങ്ങൾ അവർ കണ്ടിന്യൂ ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻസ് വരുമ്പോഴത്തേക്ക് വാഗ്വാദം ഉണ്ടാവും. വാഗ്വാദം ഉണ്ടായി കഴിഞ്ഞാൽ അറിയാലോ, സ്വാഭാവികമായിട്ടും അറിയാത്തവരുടെ ഉള്ളിലേക്ക് ഒരു കോംപ്ലക്സ്, എന്നാലും അറിഞ്ഞാലും അറിഞ്ഞുകൂടെങ്കിലും എല്ലാവരുടെയും ഉള്ളിൽ ഒരു കോംപ്ലക്സ് ഉണ്ടായിരിക്കും. അത് വലിയ പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയാൽ പോലും ആ ക്വസ്റ്റ്യൻ എന്താണോ ഉദ്ദേശിച്ചത് അതിന് അതിൻ്റെതായിട്ടുള്ള ഉത്തരം മാത്രം നൽകുക. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ പഠിച്ചു പരാഗ് എന്ന് പറഞ്ഞൊരു ഒരു ടൈം നമ്മൾ പഠിച്ചു. എന്താണ് പരാഗ്? നിങ്ങളൊരു ടീച്ചർ എന്ന നിലയ്ക്ക് പരാഗ് എന്ന് പറയുന്ന ഏജൻസിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ എന്താണ് എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയണം. പരാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചത്, എന്താണ് പരാഗ്? അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ ഫുൾ ഫോം അറിയാമെങ്കിൽ അതിന്റെ ഫുൾ ഫോം കൊടുക്കുക. അല്ലെങ്കിൽ പരാഗ് അതായത് എന്താണ് അവിടെ നടത്തപ്പെടുന്നത്, അല്ലെ? പഠനത്തിന്റെ വിലയിരുത്തലോ അവലോകനമോ അല്ലെങ്കിൽ സമഗ്രമായ വികസനത്തിനുള്ള അറിവിന്റെ വിശകലനം ഒക്കെ കൊടുക്കുന്ന എവിടെയുള്ള ഏജൻസിയാണ്, അല്ലെങ്കിൽ ഏതിന്റെ ഏജൻസി ആയിട്ടാണ് പരാഗ് വരുന്നത്? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അല്ലെ? അതിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഹെക്സി എന്ന് പറയുന്ന അല്ലെ HECAയും ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷനും അതുപോലെ തന്നെ പരാഗ് ഒക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ച് എന്താണോ അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ആൻസർ കൊടുക്കുക. ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ആ ഇന്റർവ്യൂ ബോർഡ് മനസ്സിലാക്കുന്നത്, ഓക്കെ, ഞാൻ ഇത്രയും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തെ ആ കുട്ടി എങ്ങനെയാണ് കണ്ടത്. അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പറയാൻ പറ്റില്ല എന്നുള്ള ആൻസർ കൊടുക്കുന്ന രീതി, ഇനി പറയാൻ പറ്റുകയാണെങ്കിൽ അത് എങ്ങനെ നിങ്ങൾ അവരിലേക്ക് പ്രസന്റ് ചെയ്യുന്നുള്ള രീതി, ഇത് രണ്ടും വെച്ച് കമ്പാരിസൺ നടത്തിയിട്ട് അവർ ചിന്തിക്കുന്നത് ഒരു സാഹചര്യത്തെ ആ കുട്ടി എങ്ങനെയാണ് നേരിട്ടത്. അറിയാവുന്നുള്ള ആൻസർ വന്നപ്പോൾ ആ കുട്ടി എങ്ങനെ പറഞ്ഞു, അറിഞ്ഞുകൂടാത്ത വന്നപ്പോഴത്തേക്ക് ആ കുട്ടി എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്തത്. ഈ രണ്ടുമാണ് നിങ്ങളവിടെ ചെക്ക് ചെയ്യുന്നത്. അല്ലാതെ അറിവിടാത്തൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് ഡിപ്രസ്ഡ് ആയി വിയർത്ത് കുളിച്ച് മുഖമൊക്കെ മാറി ആ ചിരിയൊക്കെ മാറി ഭയങ്കരമായിട്ട് മസിൽസ് കയറി മുറുകി വല്ലാത്ത അവസ്ഥകൾ, ചിലർ ബോധം കെട്ട് വീഴും. അപ്പൊ അതൊന്നും വേണ്ട, അങ്ങനെ ഒരു സംഭവമേ വേണ്ട. വളരെ കൂളായിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് അവരുടെ മുന്നിലിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ LP-UP തിയറി പഠിച്ചതുപോലെ ഭീകരമായിട്ടുള്ള ബാലിച്ച ഒരു കടമ്പയാണെന്നുള്ള കാര്യം പാടെ ഉപേക്ഷിക്കുക ഇന്റർവ്യൂയെ സംബന്ധിച്ചിടത്തോളം. എന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു പ്രാധാന്യമില്ല. ഇന്റർവ്യൂവിന് പ്രാധാന്യമുണ്ട്. ഇന്റർവ്യൂവിന് കിട്ടുന്ന ഓരോ പോയിന്റ് മാർക്കും നമ്മുടെ റാങ്ക് ഒരു പടി മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. ജോലി കിട്ടുന്ന പൊസിഷനുള്ള റാങ്കിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ്. അതാണ് അതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ആ റിയാലിറ്റി നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു മാർക്ക് കൂടുതൽ കിട്ടിയാൽ എനിക്ക് മറ്റേയാളെക്കാളും മുന്നിലെത്താം എന്നൊരു റിയാലിറ്റി മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ആവശ്യമില്ലാത്തൊക്കെ വലി വെച്ച് പഠിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നിരുന്ന ടെൻഷൻ, അത് ഓർമ്മ വരത്തില്ല, എന്ത് ചോദിക്കും, ഇങ്ങനെയുള്ള വേവലാതികളോടൊപ്പം അറിയാവുന്ന കാര്യവും ആ സമയത്ത് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം പാടെ ഉപേക്ഷിക്കുക. വളരെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇന്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യുക, ഇന്റർവ്യൂവിന് പോവുക. ഓക്കെ, ഒരിക്കലും ഒരു ഇന്റർവ്യൂവർ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ബോർഡ് നിങ്ങളെ വഴിതെറ്റിക്കുന്നതോ നിങ്ങളെ ടെൻഷൻ എടുപ്പിക്കുന്നതോ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്ട്രെസ് ആക്കുന്നതോ ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല. നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു കുട്ടി, അയാൾക്ക് പ്രീ ഡിഗ്രിയും അല്ലെങ്കിൽ +2 DLEDും കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മുന്നിലിരിക്കുന്ന കുട്ടി PhD കാരിയും അങ്ങനെയാണ്. അപ്പം ആ ഒരു സെൻസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങളോട് അയാൾ ചോദിക്കത്തുള്ളൂ. അതായത് നമ്മുടെ മുന്നിരിക്കുന്ന വ്യക്തി, ആ ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിരിക്കുന്ന വ്യക്തിക്ക് അയാളുടെ സെൻസ് ഉപയോഗിച്ച് പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾ അതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് പോകും. ചിലർക്ക് പഠിക്കാൻ അടിപൊളിയാണ്, ഭയങ്കര ബുദ്ധിമതികളായിരിക്കും, ഭയങ്കര ഓർമ്മശക്തി ആയിരിക്കും, നല്ല രീതിയിൽ പക്കയായിട്ട് നമ്മൾ തിയറി പഠിച്ചതുപോലെ തന്നെ എല്ലാം വാരി വലിച്ചിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിച്ചുകൊണ്ട് പോകും. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു 10 പേരുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരാളുടെ മുന്നിൽ അത് പ്രസന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവത്തില്ല.
പ്രസന്റ് ചെയ്യുന്നതിൽ, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനെ ശരിയായ രീതിയിൽ അടിപൊളിയായിട്ട് അവരുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനുള്ള ശേഷി ഉണ്ടാകത്തില്ല. പഠിച്ചതിന്റെ 1% പോലും പ്രസന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കത്തില്ല. പലരും എക്സാം എഴുതുന്ന പോലെ പഠനം ഭീകരമായിരിക്കും, എക്സാം ഹാളിലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർ എക്സാം ഫിയർ മൂലം അത് പരാജയപ്പെട്ടു. അതുപോലെ ഇന്റർവ്യൂവിനും സംഭവിക്കും. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ പഠിച്ചുകൊണ്ട് പോകുന്നവർ ഫ്ലോപ്പ് ആയി പോകും. പ്രസന്റ് ചെയ്യാൻ കഴിവില്ലാത്തവർ. ചിലവര് ഒരു ആവറേജ് ആയിരിക്കും, അല്ലെങ്കിൽ വലുതായിട്ടൊന്നും പഠിക്കാതെ പോകുന്നവരായിരിക്കും. പക്ഷെ അവരോടൊരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് ആ പ്രസന്റേഷൻ കൊണ്ട് ആ ഇന്റർവ്യൂ ബോർഡിനെ കയ്യിലെടുക്കും. ഒറ്റ ചോദ്യത്തിലൂടെ തന്നെ ആ പ്രസന്റേഷൻ കൊണ്ട്, അവരുടെ പെർഫോമൻസ് കൊണ്ട് ഇന്റർവ്യൂ ബോർഡിനെ കയ്യിലെടുക്കും. പക്കയാവും. മാക്സിമം മാർക്ക് അവർ നേടിയെടുക്കുകയും ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും നമ്മുടെ നോളജ് അല്ല, നമ്മുടെ പെർഫോമൻസ് ആണ് ഇന്റർവ്യൂ ബോർഡ് അല്ലെങ്കിൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത് എപ്പോഴും വിലയിരുത്തപ്പെടുന്നത്. ഇനി ഞാൻ തുടക്കത്തിലേ പറഞ്ഞ, നമ്മൾ ഇന്റർവ്യൂ ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞ കാര്യമാണ്. നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് എല്ലാം ആൻസർ പറഞ്ഞു, എല്ലാത്തിനും ആൻസർ പറഞ്ഞു. മോഡൽ ക്ലാസ് എടുക്കാൻ പറഞ്ഞു, ആ മോഡൽ ക്ലാസ് എടുത്തു, മോഡൽ ക്ലാസ് നന്നായിട്ട് എടുത്തു, എല്ലാം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഭീകരമായിട്ട് ആഘോഷിക്കരുത്. അല്ലെങ്കിൽ ഞാൻ എല്ലാം പറഞ്ഞല്ലോ, 5 ചോദ്യം ചോദിച്ചു, 5നും ക്ലിയർ ആയിട്ടുള്ള ആൻസർ പറഞ്ഞു, ബാക്കിയെല്ലാം പക്കയായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഫുൾ മാർക്കൊന്നും കിട്ടത്തില്ല. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, ഇന്റർവ്യൂവിന് 20 മാർക്കിനാണ് ഇന്റർവ്യൂവിന്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത്. ആ 20 മാർക്കിൽ എത്ര മാർക്ക് ഒരു ആൾക്ക് കൊടുക്കണമെന്നുള്ളത് അതിനൊരു കണക്കുണ്ട്, ഒരു മാക്സിമം ഉണ്ട്. ആ മാർക്ക് എത്ര കൊടുക്കാം എന്നുള്ളതിന് ഒരു മാക്സിമം ഉണ്ട്. അത് ഞാൻ പറഞ്ഞായിരുന്നു. ആ മാക്സിമേ കിട്ടത്തുള്ളൂ, അതിന് മുന്നോട്ട് പോകത്തില്ല. സാധാരണയായിട്ട് ഒരു മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 14, 15, ചിലപ്പോൾ അത് നീണ്ട് 17 വരെ ആകാം. പക്ഷെ മാക്സിമം ഒക്കെ 15 വരെ. മിനിമം മാർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ മിനിമം എന്ന് പറയുന്നത് ഒരു 7-8 മാർക്കാണ് മിനിമം എന്ന് പറയുന്നത്. നമ്മുടെ മുൻകാല ലിസ്റ്റുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം കാണപ്പെടുന്ന മാർക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് 13ഉം 14ഉമാണ് മാക്സിമം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് മുൻ ലിസ്റ്റുകളിലെ അല്ലെങ്കിൽ മുൻ റാങ്കിന്റെ ഒക്കെ, മുൻ LP UPയുടെ ഒക്കെ ടോപ്പ് സ്കോറർ എന്ന് പറയുന്നത് 13 അല്ലെങ്കിൽ 14ആണ്. അപ്പൊ ഈ 13, 14 അല്ലെങ്കിൽ 7, 8 എന്ന് പറയുന്ന ഒരു വ്യത്യാസം ഭീകരമാണ്. ഓക്കെ, നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിലും ജസ്റ്റ് ഇന്റർവ്യൂവിൽ പോയി സർട്ടിഫിക്കറ്റ് എല്ലാം വെരിഫൈ ചെയ്ത് നമ്മൾ എല്ലാം കുളമായി. നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയില്ല, നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ല, നന്നായിട്ട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ വന്നു കഴിഞ്ഞാലും 7 to 8 മാർക്ക് നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ അത്യാവശ്യം ഒരു ആവറേജ് പെർഫോമൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മാർക്ക്, ഒരു മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. രണ്ടും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് വളരെ വലിയ വ്യത്യാസം തന്നെയാണ്. എന്നും വിചാരിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കാർഡടച്ച് വെടിവെക്കേണ്ട കാര്യം ഇല്ല. വളരെ റിലാക്സ്ഡ് ആയിട്ട് സിമ്പിൾ ആയിട്ട് പോയാൽ തന്നെ നമുക്ക് ഈ 30 അല്ലെങ്കിൽ 13 അല്ലെങ്കിൽ 14 എന്ന് പറയുന്ന മാർക്ക് ലഭ്യമാകും. ഓരോ മാർക്കും നമ്മുടെ റാങ്കിനെ ഒരു പടി മുന്നിലെത്തിക്കുകയും ചെയ്യും. അപ്പം ഇന്റർവ്യൂവിന് ഒരു മാർക്കെങ്കിലും കൂടുതലായിട്ട് വാങ്ങിക്കുക. കൂടുതൽ കിട്ടാൻ പാകത്തിൽ നമ്മുടെ അതിനെ അല്ലെങ്കിൽ ഇന്റർവ്യൂവിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ആ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങളാണ് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ പലപ്പോഴും പറയുമ്പോഴത്തേക്ക്, തുടക്കത്തിലെ ക്ലാസ്സിലൊക്കെ പറയുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാർഡടച്ച് വെടിവെക്കുന്നവരുണ്ട്. തലേ ദിവസം വരെ, നമ്മുടെ എക്സാമിന് പഠിക്കുന്ന പോലെ തലേ ദിവസവും കൂടി ഇരുന്ന് ഉറക്കമണിച്ചിരുന്ന് രാവിലെ മുതൽ തുടങ്ങി ഉറക്കമില്ലാതെ വാടി തളർന്ന് കണ്ണൊക്കെ കുഴിയിൽ വീണ് രാവിലെ എണീറ്റ് ഇന്റർവ്യൂവിന് പോകുന്നവരുണ്ട്. ഒരു പ്രസന്നത ഉണ്ടായിരിക്കത്തില്ല മുഖത്തിന്. വളരെ പരിതാപകരമായ അവസ്ഥയിൽ പഠിച്ചിരുന്ന് ഉറങ്ങും. ആ ഒരു അവസ്ഥയിലായിരിക്കും ഇന്റർവ്യൂവിന് ചെല്ലുന്നത്. അങ്ങനെയൊന്നും പാടില്ല ഒരിക്കലും. ഇന്റർവ്യൂവിന് തലേദിവസം നമ്മൾ പരീക്ഷയ്ക്കും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. സത്യത്തിൽ രാത്രിയൊന്നും പഠിക്കേണ്ട ആവശ്യമേ ഇല്ല പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക്. അതുപോലെയാണ് ഇന്റർവ്യൂവിന്റെ കാര്യത്തിലും ചെയ്യാനുള്ളത്. വൈകുന്നേരത്തോടുകൂടി എല്ലാം അവസാനിപ്പിക്കുക. നല്ല ഫിലിംസോ പാട്ടോ കേൾക്കുക, നല്ല റിലാക്സ്ഡ് ആകുക, വളരെ നേരത്തെ കിടന്ന് ഉറങ്ങുക, എഴുന്നേൽക്കുക, ഫ്രഷ് ആകുക, പോവുക. ആ ഒരു രീതി തന്നെ ആയിരിക്കണം. നമ്മൾ ഇന്റർവ്യൂ പോകേണ്ട അടുത്ത് ഏറ്റവും നല്ല പ്രസന്ന ഭാവത്തോടു കൂടി, നമ്മുടെ ഏറ്റവും നല്ല ലുക്കിൽ എന്ന് പറഞ്ഞിട്ട് ലിഫ്റ്റിക്കൊക്കെ ഇട്ട് ഭയങ്കര ഭീകരമായിട്ട് ഒരുങ്ങി ചമഞ്ഞ് പുട്ടിയൊക്കെ അടിച്ച് പോകണമെന്നല്ല. നമ്മുടെ ഒരു നോർമൽ ആയിട്ടുള്ള പച്ച മനുഷ്യനായിട്ട് അവരുടെ മുന്നിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. ചെന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, നിങ്ങളോട് ചോദിക്കുന്നതിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കഴിവിന്റെ മാക്സിമത്തിൽ അവിടെ പ്രസന്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, ഇതാണ് ഇന്റർവ്യൂവിന് വേണ്ട ഒരു അടിസ്ഥാനപരമായിട്ടുള്ള രീതികൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഉണ്ടായിരുന്നോ? ഓക്കെ, ഇത് ആദ്യം ചെയ്യുക. ഇതൊന്നും അറിഞ്ഞിടാത്തതുകൊണ്ടാണ് ഈ ടെൻഷനേ വേണ്ട.
ഒരു ടെൻഷനും വേണ്ട. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബയോഡേറ്റ ഫോമാണ്. നിങ്ങൾ ഫില്ല് ചെയ്തോ? ആരെങ്കിലുമൊക്കെ പ്രിന്റ് എടുത്ത് ഫില്ല് ചെയ്തോ? അല്ലാതെ നെറ്റ് എടുത്ത് പ്രിന്റ് എടുത്ത് ഫില്ല് ചെയ്തായിരുന്നോ? ഇല്ല ഇല്ല. ഇത് നെറ്റിൽ നിന്ന് എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് മെമ്മോ വരുമ്പോഴത്തേക്ക് മെമ്മോയുടെ കൂടെ ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഈ ഫോം അറ്റാച്ച് ഈ എന്താ പറയുക, ബയോഡാറ്റ ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അവിടെ നിന്ന് എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ നെറ്റിൽ കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗൂഗിൾ നമ്മുടെ PSC സൈറ്റിൽ കയറി കഴിഞ്ഞാൽ 2 ഫോംസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 28A ഉണ്ട്, അപ്പൻഡിക്സ് 28A ഉണ്ട്, അപ്പൻഡിക്സ് 28 എന്ന് പറയുന്ന ഫോമുണ്ട്. 2 ഫോംസ് ഉണ്ട്. ഓക്കെ, അതിൽ 2 ഫോംസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇപ്പൊ LP കാരെ സംബന്ധിച്ചിടത്തോളം, LP ഇന്റർവ്യൂവിനെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി ഉള്ളവരും കാണും. ഞാൻ നേരത്തെ ചോദിച്ചില്ലേ, ഡിഗ്രി ഉള്ളവരും കാണും, ഡിഗ്രി ഇല്ലാത്തവരും കാണും. ഡിഗ്രി ഉള്ളവരും ഡിഗ്രി ഇല്ലാത്തവരും കാണും. അപ്പൊ ഡിഗ്രി ഉള്ളവർക്കും ഒരു ഫോം ഉണ്ട്, ഡിഗ്രി ഇല്ലാത്തവർക്കും ഒരു ഫോം ഉണ്ട്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും. രണ്ടും ഫില്ല് ചെയ്താലും കുഴപ്പമില്ല. ഒന്നിലും മലയാളം കൂടി അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ടുണ്ടാവും. ഇതിന്റെ വാക്കിന്റെ കൂടെ മലയാളം കൂടി താഴോട്ട് കാണും. ആ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ സ്പെസിഫിക്കേഷൻ ഒന്നുമില്ല. നോക്കിയിരിക്കുക. ഓക്കെ, ഇനി ഇന്റർവ്യൂ ആ ഫോമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഫില്ലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഫില്ലപ്പ് ചെയ്യുക, നിങ്ങളിത് പ്രിന്റ് എടുക്കുമ്പോഴത്തേക്ക് ഒരൊറ്റ കോപ്പി ആയിട്ട് പ്രിന്റ് എടുക്കരുത്. ഒരു 3-4 കോപ്പി പ്രിന്റ് എടുക്കുക. തെറ്റിപ്പോയി കഴിഞ്ഞാൽ തിരുത്താനൊന്നും നിൽക്കരുത്. ഓക്കെ, 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇത് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് സൂക്ഷിച്ച് കൊണ്ടുപോകണം. ഓക്കെ, അത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വളരെ വൃത്തിയായിട്ട് ഫില്ല് ചെയ്തും കൊണ്ടുപോകാം, ഫില്ല് ചെയ്യാതെയും പോവാം. എൻ്റെ അഭിപ്രായത്തിൽ വീട്ടിൽ ഇരുന്ന് ഫില്ല് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ. കാരണം ടെൻഷനൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ അത് ഫില്ലപ്പ് ചെയ്ത് കൊണ്ടുപോകാം. കൂടെ ഒരു എക്സ്ട്രാ ഫോം കൂടി വെച്ചിരിക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പിന്നീടാണ് കണ്ടുപിടിക്കുന്നെങ്കിൽ അപ്പോൾ സാവധാനത്തിലിരുന്ന് ഫില്ലപ്പ് ചെയ്ത് നോക്കുക, കണ്ടുവന്ന് പ്രിന്റ് എടുക്കുക. ഓക്കെ, ഇനി നെയിം ഓഫ് ദ പോസ്റ്റ് എഴുതുമ്പോഴത്തേക്ക് എന്താണ് നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് പറയുന്നത്? നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പോസ്റ്റ് എന്താണ്? എവിടെ ഉണ്ട് പോസ്റ്റ്? പോസ്റ്റ് എവിടെ കിടക്കുന്നുണ്ട്? പോസ്റ്റ് എവിടെ കിടക്കുന്നത്? എന്താ നിങ്ങൾ എന്താ എഴുതും? ഏത് പോസ്റ്റ് എഴുതും? ആ, പറഞ്ഞോ. നിങ്ങൾ എന്തായിരിക്കും നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എഴുതുന്നത്? പറഞ്ഞോ, നമുക്ക് എഴുതാനുള്ളതല്ലേ. പറയടേ. LP സ്കൂൾ അസിസ്റ്റന്റ് എന്നല്ലേ മാഷ് എഴുതണ്ടേ? LP സ്കൂൾ അസിസ്റ്റന്റ്, LP UP എന്നൊന്നും പറഞ്ഞ് എഴുതി കളയാം. നമ്മളിങ്ങനെ പറഞ്ഞ് കേട്ട് LP സ്കൂൾ നമ്മുടെ പോസ്റ്റ് കറക്റ്റ് പറയുന്നത് LP സ്കൂൾ ടീച്ചർ എന്നായിരിക്കും. നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ കാണും LP സ്കൂൾ ടീച്ചർ മലയാളം എന്നാണ് അല്ലേ? ഇതാണ് പോസ്റ്റ് കേട്ടോ. ഇനി അതിന്റെ കോളത്തിൽ ഒരു സീരിയൽ നമ്പർ അവിടെ കിടക്കുന്നുണ്ട്. സീരിയൽ നമ്പർ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നോ? സീരിയൽ നമ്പർ. ഓക്കെ, അത് നിങ്ങൾക്ക് മെമ്മോ തരുമ്പോഴത്തേക്ക് ആ മെമ്മോ കാർഡിൽ കാണും ബാച്ച് നമ്പരും ഏത് ബാച്ചിലാണ് അതിന്റെ സീരിയൽ നമ്പർ. നിങ്ങളുടെ സീരിയൽ നമ്പർ എത്രയാണെന്നുള്ള കാണും. അത് നിങ്ങൾ എഴുതിയോ ഫോണിൽ ഫീഡ് ചെയ്തുകൊണ്ടോ പോകണം. അവിടെ ചെന്നിട്ട് വെപ്രാളപ്പെട്ട് എവിടെ എന്ന് പറഞ്ഞ് ചെയ്യരുത്. ഓക്കെ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എഴുതി കൊണ്ടുപോകുമ്പോഴത്തേക്ക് തെറ്റത്തുമില്ല. ഓക്കെ, അപ്പൊ സീരിയൽ നമ്പർ അത് നമുക്ക് നിങ്ങളുടെ മെമ്മോ ഇത് ഇന്റർവ്യൂ മെമ്മോ വരുമ്പോൾ അതിലുണ്ടായിരിക്കും നിങ്ങളുടെ ബാച്ച് ഏതാണ്, നിങ്ങളുടെ എന്താണ് സീരിയൽ നമ്പർ എന്താണെന്നുള്ളത് അതവിടെ കാണും. ഓക്കെ, ഇത് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ്, അതായത് നമുക്ക് ഇംഗ്ലീഷും ഉണ്ട് മലയാളം ഉണ്ട്. ഇത് നമ്മുടെ ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസും ബയോഡേറ്റിലെ ഓരോ ചോദ്യങ്ങളും ഇംഗ്ലീഷിലാണ്. പക്ഷെ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ഫില്ല് ചെയ്യണമെന്നില്ല, മലയാളത്തിലും ഫില്ല് ചെയ്യാം. ഇനി നിങ്ങളൊരു MA ഇംഗ്ലീഷുകാരിയാണെങ്കിൽ നിങ്ങളൊരു ഇംഗ്ലീഷ് ടീച്ചർ ആകാനാണല്ലോ ആഗ്രഹിക്കുന്നത്, ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള ആഗ്രഹം. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഫില്ല് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ഫില്ല് ചെയ്തുകൊണ്ട് വരുമ്പോൾ നിങ്ങളോട് ചോദിക്കാം നിങ്ങളുടെ ബയോഡേറ്റ വെച്ച് എന്തുകൊണ്ട് ഇംഗ്ലീഷിൽ ഫില്ല് ചെയ്തു. ഞാൻ ഇംഗ്ലീഷ് ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നു, അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയുള്ള ഇഷ്ടം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. ഇനി മലയാളത്തിൽ ഫില്ല് ചെയ്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് BA മലയാളം പഠിച്ചവരാണെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാം. മലയാളത്തോടുള്ള ഇഷ്ടമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് അവിടെ പറയാം, അങ്ങനെ പറയാം. ഓക്കെ, അടുത്ത കേസ്
അടുത്ത നൈം ആൻഡ് അഡ്രസ് ആണ്. നൈം ആൻഡ് അഡ്രസ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. വ്യക്തമായിട്ട് നൈം എഴുതുമ്പോഴത്തേക്ക് ഇപ്പം അമൃത അമൃതയുടെ ഇനിഷ്യൽ എന്താണ്? കെയോ? എന്താണ് അമൃതയുടെ ഇനിഷ്യൽ? ആർക്കെ ആർക്കെ. അപ്പൊ അമൃതയുടെ ഇനിഷ്യൽ എഴുതിയിട്ട് പിന്നെ ഇവിടെ കൊണ്ടുവച്ചിട്ട് അഡ്രസ് എഴുതി പോകരുത്. എന്ത് ചെയ്യണം? പേരൊറ്റയ്ക്ക് നിൽക്കണം. ഇവിടെ നിന്ന് താഴെ നിന്നായിരിക്കണം പിന്നെ എന്ത് ചെയ്യുന്നത്? അഡ്രസ് എഴുതി പോകേണ്ടത്. വളരെ വ്യക്തതയോടും വെട്ടിത്തിരുത്താതെ ഫുൾ ക്യാപിറ്റൽ ലെറ്റർ, ഇംഗ്ലീഷ് ആണെങ്കിൽ ഫുൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതിയാൽ മതി. അപ്പൊ വ്യക്തമായിട്ട് വായിക്കാൻ പറ്റും. അങ്ങനെ അഡ്രസ് എഴുതുക, നെയിം ആൻഡ് അഡ്രസ് എഴുതുക. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സ്റ്റാർട്ടിംഗ് ഫ്രം മെട്രിക്കുലേഷൻ ആണ്. എന്ന് വെച്ചാൽ നിങ്ങളെ 10ാം സ്റ്റാൻഡേർഡ് മുതൽ എന്ത് ചെയ്യുക? എഴുതുക. ഓക്കെ, 10ാം സ്റ്റാൻഡേർഡ് മുതലുള്ള ക്വാളിഫിക്കേഷൻസ് എഴുതുക. ക്വാളിഫിക്കേഷൻ എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് SSLC അല്ലെങ്കിൽ ഏതാണോ CBSE ഏതാണോ അത് നിങ്ങൾ അവിടെ ഏത് സ്കൂളിലാണ് പഠിച്ചത്, ഏത് ഇയറിലാണ് പഠിച്ച ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എന്നുള്ളത്, കേരള എഡ്യൂക്കേഷൻ ബോർഡ് അല്ലെങ്കിൽ CBSE ബോർഡ് അങ്ങനെയുള്ള അത് എഴുതുക. പിന്നെ നിങ്ങൾക്ക് അവിടെ കിട്ടിയ അവാർഡ്, മെഡൽസ്, അതായത് പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ മെഡൽസ് അവാർഡൊന്നും കാണത്തില്ല. നിങ്ങൾക്ക് ഗ്രേഡ് അല്ലേ, ഇപ്പൊ ഗ്രേഡിംഗ് സിസ്റ്റം അല്ലേ? ഗ്രേഡ് ആണല്ലേ, എല്ലാം ഒരുമിച്ച് ചേർത്തുള്ള ഒരു ഗ്രേഡ് ഉണ്ടാവില്ല, അതാണ് അവിടെ കൊടുക്കേണ്ടത്. അതുപോലെ ഓരോന്ന് SSLC, +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി, ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രി, PG ഉണ്ടെങ്കിൽ PG, MPhil ഉണ്ടെങ്കിൽ MPhil, PhD ഉണ്ടെങ്കിൽ PhD, അങ്ങനെയുള്ള എക്സ്ട്രാ ഏത് ക്വാളിഫിക്കേഷൻ അതെല്ലാം അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുക. കറക്റ്റ് വ്യക്തതയോടും ശുദ്ധതയോടും കൂടി തെറ്റാതെ അവിടെ കൊടുക്കുക. ഇനി അടുത്തത്, ആർ യു കറന്റ്ലി എംപ്ലോയിഡ്? നിങ്ങൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം. ഇംഗ്ലീഷോ മലയാളത്തിൽ എഴുതണം. ഇപ്പം ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നു, വേറെ എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം. ഓക്കെ, അടുത്തത് 4ാമത്തത്, പ്രീവിയസ് ജോബ് എക്സ്പീരിയൻസ് ഇഫ് എനി, പ്ലീസ് മെൻഷൻ ദ നേച്ചർ ഓഫ് ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അതായത് നിങ്ങൾ നിലവിൽ ഈ ടീച്ചിങ്ങുമായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ടീച്ചിങ് ഉണ്ടെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചിട്ടായിരിക്കും അതിന്റെ എക്സ്പീരിയൻസ്, പക്ഷെ അതിന്റെ സ്പെസിഫൈ ചെയ്ത് കുറിക്കണം. ഇവിടെ സ്പെസിഫിസിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. പ്ലീസ് ഇഫ് എനി എന്ന് പറഞ്ഞിട്ട് പ്ലീസ് മെൻഷൻ ദി നേച്ചർ ഓഫ് ഫങ്ഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, നിങ്ങൾ ആ ജോലി ചെയ്യുന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ടായിരുന്നോ? എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തോ? ചിലപ്പം നാച്ചുറൽ ക്ലബിന്റെ NCCയുടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അവിടെ ആയിരുന്നു എന്നുള്ളതാണ് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുക. ഇനി, ആർ യു കറന്റ്ലി ഇൻക്ലൂഡഡ് ഇൻ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ് ബൈ ദ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ? സോ ഗിവ് ഡീറ്റെയിൽസ്. ഓക്കെ, അതിവിടെ കൊടുക്കുക. നിങ്ങൾ നിലവിൽ എന്തെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അതിവിടെ മെൻഷൻ ചെയ്യുക. പിന്നെ ഒക്കുപ്പേഷൻ ആണ്, ജോലിയാണ്. നിങ്ങളുടെ അച്ഛന്റെ ജോലി, അമ്മയുടെ ജോലി, അച്ഛന്റെ ജോലി, സ്പൗസ് മീൻസ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നുള്ളതാണ് എഴുതേണ്ടത് കേട്ടോ. ഭാര്യ അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ ഭർത്താവ് എഴുതും, ആണാണെങ്കിൽ ഭാര്യ എഴുതും, അങ്ങനെയുള്ളത്. പിന്നെ സിസ്റ്റർ ഉണ്ടെങ്കിൽ സിസ്റ്ററിൻ്റെത്, ബ്രദർ ഉണ്ടെങ്കിൽ ബ്രദറിൻ്റെത്. അത് വളരെ ഭീകരമായിട്ട് ഡീറ്റെയിലിംഗ് ചെയ്യേണ്ട എന്താണ് അവരുടെ ജോലി. ഇപ്പം എല്ലാവരും ഫാദറിന് പ്രത്യേക ജോലിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ എഴുതുന്നത് ഈ കുളത്തിൽ? പറഞ്ഞേ, അമൃതയുടെ ഫാദറിന്റെ ജോലി എന്തായിരുന്നു? എന്താണ്? കൂലി. വെരി ഗുഡ്. കൂലി എന്ന് എഴുതിയാൽ ചിലത് ഈ കൂലി പണി എന്ന് എഴുതുന്നതിന് മടി എഴുതി വേറെ പലതും എഴുതി കളയും. മനസ്സിലായി? ഒന്നുകിൽ ഫാർമർ എന്ന് എഴുതി കളയും. ചിലപ്പോൾ ഫാർമർ, പണ്ട് മുതലേ കണ്ടുവരുന്ന സംഭവമാണ് ഫാർമർ. കൂലിപ്പണി എന്ന് പറയുന്നത്, ഫാർമർ എന്ന് പറയുന്നത് അത് വേറൊരു തരം തൊഴിൽ തന്നെയാണ്. കൂലിപ്പണി എന്ന് പറയുന്നത് എല്ലാ തൊഴിലും വരും. നോർമലായിട്ട് കൂലിപ്പണി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം കൂലിപ്പണിയാണ്. ഗവൺമെന്റ് ജോലിയും കൂലിപ്പണി തന്നെയാണ്. പിന്നെ ഗവൺമെന്റ് ഓർഗനൈസേഷൻ അല്ലാത്തതുകൊണ്ട് നമ്മൾ കൂലിപ്പണി എന്ന് പറയുന്നതേ ഉള്ളൂ. എല്ലാം കൂലി കിട്ടാനാണല്ലോ പണി ചെയ്യുന്നത്. അപ്പൊ ഫാർമർ എന്ന് എഴുതണമെങ്കിൽ ഫാർമർ ആണെങ്കിൽ മാത്രമേ ഫാർമർ എഴുതാവൂ. വെറുതെ കൊണ്ട് ഫാർമർ എഴുതി ചോദിക്കും, എന്താണ് കൃഷി ചെയ്യുന്നത്? അച്ഛനിപ്പം കൃഷി ഉണ്ടോ? എത്ര ഏക്കർ കൃഷി ചെയ്യുന്നു? എന്തൊക്കെയാണ് പ്രധാന വിളകൾ? അല്ലെങ്കിൽ റബ്ബർ കൃഷിയുണ്ട് എങ്കിൽ അതിന്റെ ഇടവിളകൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എത്ര ഷീറ്റ് അടിക്കും? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കളയും സിമ്പിളായിട്ട്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ടാ ജോലി സ്പെസിഫൈ ചെയ്യുക. അമ്മയ്ക്ക് എന്ത് എഴുതും? ഇവിടെ അമ്മയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ ജോലി എഴുതാം, ജോലി ഇല്ലെങ്കിൽ എന്ത് എഴുതാം? അമ്മയുടെ ജോലി എന്ത് എഴുതും നിങ്ങൾ? വന്നില്ല. അമ്മയുടെ ജോലി എന്താ എഴുതുന്നേ? പറഞ്ഞേ, അമ്മയുടെ ജോലി എന്ത് എഴുതും ഇവിടെ? മഞ്ജുഷേ, ഷൈനി, എന്താ ജോലിയായിരിക്കും എഴുതുന്നേ? കേട്ടില്ലേ? അമൃത പറയടേ, അമൃത. ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഇതുണ്ട്. ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ജോലി ഇല്ല. വേണമെങ്കിൽ ചിലരൊക്കെ ഹൗസ് വൈഫ് എന്ന് എഴുതും. ഹൗസ് വൈഫ് എഴുതണോ?
എഴുതണോ വേണ്ടയോ? അവിടെയൊക്കെയാണ് നിങ്ങളുടെ ആ പേഴ്സണാലിറ്റി. ഞാൻ പറഞ്ഞു ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ നിങ്ങളെ കാണിക്കാനുള്ളത് അത് നിങ്ങളുടെ പേഴ്സണലാണ്, ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ പേഴ്സണലാണ്. അതൊക്കെയാണ് നിങ്ങളെ ഇന്റർവ്യൂ ബോർഡിനെ പരിചയപ്പെടുത്താൻ പോകുന്ന പുതിയ കാര്യങ്ങളെന്ന് പറയുന്നത്. ഹൗസ് വൈഫ് എന്ന് എഴുതണോ, ഗൃഹഭരണം എന്ന് എഴുതണോ, എഴുതണ്ടയോ, ജോലി ഇല്ല എന്ന് എഴുതണോ, അതൊക്കെ നിങ്ങളുടെ ഡിസിഷൻ വിട്ടു വന്നിരിക്കുക. ഇനി ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയുടെ ജോലി എന്ത്, സിസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ സിസ്റ്ററിന് ഇതുപോലെ തന്നെ. ഞാൻ ഭർത്താവാണെങ്കിൽ ഞാൻ ഇന്റർവ്യൂവിന് പോകണം, എൻ്റെ ഭാര്യ ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ അവളെ ഗൃഹഭരണം എന്ന് എഴുതണോ, ജോലി ഇല്ല എന്ന് എഴുതണോ, അല്ലെങ്കിൽ ജോലിക്ക് ട്രൈ ചെയ്യുന്ന എഴുതണോ, എന്താണോ അത്. ബ്രദർ ആയിരുന്നാലും അങ്ങനെ. അപ്പോൾ സ്പെസിഫൈ ചെയ്ത് എന്താണെന്നുള്ളത് കറക്റ്റ് അവിടെ കൊടുക്കുക. ഇനി ആർ യു കൺവിക്റ്റഡ് ബൈ എ കോർട്ട് ഓർ ലാ, അതായത് നിങ്ങൾ എന്തെങ്കിലും കേസിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിലവിൽ ആരും ഇല്ലെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ നിൽ എന്ന് എഴുതുക, അല്ലെങ്കിൽ ഇല്ല, മലയാളമാണെങ്കിൽ ഇല്ലെന്ന് എഴുതുക. നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞ് എഴുതിക്കളയരുത്. എന്നെ ഇട്ട് പോക്കളയും, എന്നെ ഇട്ട് പോലുള്ള കേസല്ല, ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ എഴുതണം. ഓക്കെ. ഇഫ് ദർ ആർ എനി ക്രിമിനൽ ചാർജസ്, നിങ്ങളുടെ മുകളിൽ എന്തെങ്കിലും ഇതിനു മുമ്പ് എന്തെങ്കിലും കുറ്റകരമായ നടപടികൾ എടുത്തിട്ടുണ്ടോ, പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കേസുണ്ടോ, ക്രിമിനൽ കേസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം അതവിടെ കൊടുക്കുക. ഉണ്ടോ ഇല്ല, അത് എല്ലാവർക്കും ഇല്ലായിരിക്കുമല്ലോ. ക്രിമിനൽ കേസ് ഉണ്ടെങ്കിൽ PSC പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. ഓക്കെ. അടുത്തത് ഇതിലേറ്റവും ഇന്റർവ്യൂ പലരോടും ഇത് ചോദിക്കുന്നില്ല കേട്ടോ. ഇപ്പോഴും പലരോടും ഈ ഹോബീസ് ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ ചിലരോടൊക്കെ വളരെ കണ്ണിങ് ആയിട്ട് ഹോബി മാത്രം അങ്ങ് ചോദിച്ചു കളയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ബയോഡേറ്റ ഫോമിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് ഹോബി നിൽക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ തുടക്കത്തിൽ ഫസ്റ്റ് 1-2 ക്ലാസ്സുകളിൽ ഞാൻ അതേക്കുറിച്ച് പറഞ്ഞാണ്. നിങ്ങളുടെ ഹോബി എന്താണോ, നിങ്ങൾ ചെയ്യുന്ന എന്താണോ അതേ പറയാവൂ. വെറുതെ കയറി റീഡിംഗ് എന്നോ റൈറ്റിംഗ് എന്നോ കുക്കിംഗ് എന്നോ ഒന്നും ചോദിച്ചു കളയരുത്, എഴുതി കളയരുത്. കുക്കിംഗ് അറിഞ്ഞിടാത്തവർ കയറി കുക്കിംഗ് എന്ന് എഴുതി കളയരുത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അറിയാവുന്നുള്ള കാര്യം എന്താണോ നിങ്ങളുടെ ഹോബി അത് മാത്രമേ ഇവിടെ കുറിക്കാവൂ, വളരെ സത്യസന്ധമായിട്ട് അത് മാത്രമേ ചെയ്യാവൂ. ഓക്കെ. ഇനി യുവർ ഇൻട്രസ്റ്റ്, പാർട്ടിസിപ്പേഷൻ, അച്ചീവ്മെന്റ്, എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള എന്തെങ്കിലും പ്രസ്ഥാനങ്ങൾ, സ്പോർട്സ്, കൾച്ചറൽ ആക്ടിവിറ്റീസ്, സോഷ്യൽ ആക്ടിവിറ്റീസ്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ നിങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അവിടെ സൂചിപ്പിക്കണം. ഇപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റീസ് നിങ്ങൾ സ്കൂൾ തലങ്ങളിലോ കോളേജിലോ DLED ചെയ്യുമ്പോഴോ BEd ചെയ്യുമ്പോഴോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യാം. കൾച്ചറൽ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. സോഷ്യൽ ആക്ടിവിറ്റീസിൽ നിങ്ങൾ ഏതെങ്കിലും NGOയിലോ ഒക്കെ അംഗമാണെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതുക. ഇനി എന്തെങ്കിലുമൊക്കെ വോളണ്ടിയർ, നിങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ വോളണ്ടിയറിംഗിൽ ഉണ്ടെങ്കിൽ അത് എഴുതാം. ഇപ്പം നമ്മൾ ഫയർഫോഴ്സിൻ്റെ പ്രൈവറ്റ് വോളണ്ടിയേഴ്സ് ഉണ്ടല്ലോ, അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നേച്ചർ ക്ലബ്ബ്, ഫോറസ്റ്റ് ക്ലബ്ബ്, ഇങ്ങനെയൊക്കെയുള്ള സംരംഭങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതാം. NCC, ഇത് സ്കൂളിൽ ഉണ്ടായിരുന്നുള്ളതല്ല ചോദിക്കുന്നത് ഒന്നും. ഓക്കെ, ഈ സയൻസും ടെക്നോളജിയൊക്കെ. പിന്നെ NCC സ്കൗട്ട് ഗൈഡ് സ്കൂളിലാണല്ലോ, പഠിക്കുന്ന സമയത്താണല്ലോ, അതിലുണ്ടായിരുന്നു എന്നുള്ളത് അവിടെ സൂചിപ്പിക്കാം. അതൊക്കെ എഴുതാം. ഇനി പ്ലീസ് മെൻഷൻ ബ്രീഫ്ലി അബൌട്ട് ദ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ഫോർ യുവർ ആസ്പിറേഷൻ ടു ബിക്കം എ സിവിൽ സർവൻറ്റ്. ആ ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു ചോദ്യമാണ്. വളരെ വിശാലമായ, അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകാനായിട്ട്, അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ആകണമെന്നുള്ള ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ഒരു സിവിൽ സർവൻറ്റ് ജനങ്ങളെ സേവിക്കണം, അല്ലെങ്കിൽ സമൂഹത്തെ സേവിക്കണം എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വരാനായിട്ട് കിട്ടിയ ഘടകങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ തോന്നാനായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പം അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് സിവിൽ സർവൻറ്റ് എന്നുള്ളത് ആ ലെവലിൽ ചോദിക്കുമ്പോൾ നമുക്ക് ഈ സിവിൽ സർവൻറ്റിന് പകരം എന്തെഴുതാം, എന്ത് നമുക്ക് ചിന്തിക്കാം? നമുക്ക് ജസ്റ്റ് സിവിൽ സർവൻറ്റ് എന്നതിന് പകരം എന്തായിരിക്കും നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഈ ചോദ്യത്തിൽ? ടീച്ചറാണ് അല്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ഗവൺമെൻറ്, ഞാൻ എപ്പോഴും പറയുന്ന ചോദ്യം, എന്തുകൊണ്ട് നിങ്ങളൊരു ഗവൺമെൻറ് ടീച്ചർ ആകണം, ഒരു ടീച്ചർ ആകണം, ഗവൺമെൻറ് എന്നുള്ളതല്ല, ഒരു ടീച്ചർ ആകണം? അതിൻ്റെ പ്രധാന കാരണം എന്തെന്ന് എഴുതി വ്യക്തമാക്കണം. അത് നല്ല സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ ഇവിടെ എഴുതണം എന്താണെന്നുള്ളത്. നിങ്ങളൊരു ടീച്ചർ ആകാൻ, അല്ലെങ്കിൽ സമൂഹത്തെ സേവിക്കണം, അങ്ങനെയൊന്നും എഴുതി കളയരുത്. ഞാൻ അന്ന് പറഞ്ഞു തന്നതുപോലുള്ള കാര്യങ്ങൾ വളരെ കണ്ണിങ് ആയിട്ട് അവിടെ എഴുതി വയ്ക്കുക. ഓക്കെ. അടുത്തതും ശ്രദ്ധിക്കേണ്ടതാണ്, മെൻഷൻ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്നുള്ളത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാരണം ഈ ക്വസ്റ്റ്യൻ, ഈ ചോദ്യം, ഹോബി, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. ഞാൻ കുറേ പറഞ്ഞു തന്നിട്ടുണ്ട്. കൂടാതെ നിങ്ങളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്തും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഇതും മെൻഷൻ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഇത് നിങ്ങളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റും. സ്ട്രെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് മഞ്ജുഷയുടെ 1-2 സ്ട്രെങ്ത് പറഞ്ഞാണ്. മഞ്ജുഷ കോൺഫിഡന്റ് ആണ്, കോൺഫിഡന്റ് ആണ്, നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്,
കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റുന്നു. ഉത്തരവാദിത്ത ബോധം. ഉത്തരവാദിത്ത ബോധം. തീർന്നോ? കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ അടുത്ത ആള് പറഞ്ഞോ. അടുത്ത ആള് പറഞ്ഞേ. ഷെനി പറഞ്ഞേ. ഷിനി. ഓക്കെ. അമൃത പറഞ്ഞേ. ഗുഡ് ലിസണർ ആണ്, എല്ലാരും കേൾക്കാനുള്ള നല്ലൊരു കേൾവിക്കാരനാണ്. ഓക്കെ, അത് ഏറ്റവും നല്ല കഴിവാണ്. ഓക്കെ. പിന്നെ എത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം, ഈ കേൾവിക്കാരനാവുക, ഉത്തരവാദിത്ത ബോധം ഉണ്ടാവുക, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവുക, നല്ല വിശ്വസ്തനാവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ടീച്ചറിന്റെ ക്വാളിറ്റി വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ പഠിക്കുന്ന മെത്തഡോളജിയിൽ പഠിക്കുന്ന ടീച്ചറിന്റെ ക്വാളിറ്റീസ് തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾ ചിന്തിക്കണം. ഇതൊക്കെ എഴുതാം, നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാം. അതുപോലെ എന്താ പറയാ, കുട്ടികളോടുള്ള മിംഗ്ലിങ് ഇല്ലേ, കുട്ടികളോട് ഇടപെടുന്നത്, കുട്ടികളോട് നന്നായിട്ട് ഇടപെടാൻ പറ്റും എന്ന് പറയുന്നത് നല്ലൊരു സ്ട്രെങ്തനിങ് ആണ്. അങ്ങനെയുള്ള സ്ട്രെങ്തനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ എഴുതുക. വീക്ക്നെസ്, പ്രധാനപ്പെട്ട ഒന്നിനെ എഴുതുക. വീക്ക്നെസ് എന്തൊക്കെയാണ്? മഞ്ജുഷയുടെ വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. വീക്ക്നെസ് ആൻസൈറ്റി എന്ന് വെച്ചാൽ ഉത്കണ്ഠ എന്നാണ് അർത്ഥം. ഉത്കണ്ഠ. ഓക്കെ, ആലോചിക്കണ്ട, പിന്നീട് ആലോചിച്ചാൽ മതി. ബാക്കി ആള് പറയാം. മഞ്ജുഷ വേറെ. അമൃത പറഞ്ഞു. അമൃത എന്താണ് വീക്ക്നെസ്? അമൃതയുടെ വീക്ക്നെസ് എന്താണ്? ഷിനിയുടെ വീക്ക്നെസ് എന്താണ്? പ്രസാദിന്റെ വീക്ക്നെസ് എന്താണ്? പറഞ്ഞേ. ഇല്ലേ? വീക്ക്നെസ് ഇല്ലേ? മഞ്ജുഷയ്ക്ക് വീക്ക്നെസ് ഇല്ലേ? അല്ലേടെ? വീക്ക്നെസ് ഇല്ലേടെ? അമൃതയ്ക്ക്, മഞ്ജുഷയ്ക്കല്ല, അമൃതയ്ക്ക്, ഷിനിക്ക് വീക്ക്നെസ് ഇല്ലേ? അമൃത ഒരു വീക്ക്നെസ് പറയാം. അമൃത ഒരു വീക്ക്നെസ്. എല്ലാരോടും വളരെ ഫ്രാങ്ക് ആയിട്ട് അങ്ങ് ഇടപെടും. അപ്പൊ അത് ഭയങ്കര പ്രശ്നമായിട്ട് അനുഭവപ്പെടാറുണ്ട് ഇടയ്ക്ക്. ഫ്രാങ്ക് ആയിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഷിനി വളരെ ഫ്രാങ്ക് ആയിട്ട് ഇടപെടും. ഷിനി എന്തെങ്കിലും ഉണ്ടോ? പെർഫെക്ഷനിസ്റ്റ് ആണ്. മറ്റത് ഫ്രാങ്ക് ആയിട്ട് ഇടപെടും. അതായത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ പറഞ്ഞതൊക്കെ ഓക്കെയാണ്. അത് നിങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. ഇവിടെ നിങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങളല്ല നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളിവിടെ പ്രസന്റ് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. പിന്നെ നിങ്ങൾ എങ്ങനെ ആയിരിക്കുമ്പോൾ പറയൂ. ഒരു അധ്യാപികയായിരിക്കുമ്പോൾ നിങ്ങളുടെ വീക്ക്നെസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം മഞ്ജുഷ പറഞ്ഞ ഉത്കണ്ഠ എന്ന് പറയുന്ന ഒരു ടീച്ചറിനെ പറ്റിയതാണോ ഉത്കണ്ഠ? ആങ്സൈറ്റി എന്ന് പറയുന്നത് അല്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വീക്ക്നെസ് എഴുതും. നമുക്ക് എല്ലാവർക്കും ഇഷ്ടംപോലെ വീക്ക്നെസ് ഉണ്ട്. വീക്ക്നെസ് എഴുതുമ്പോൾ ഒരിക്കലും നെഗറ്റീവായിട്ട്, നിങ്ങളൊരു ടീച്ചർ എന്ന നിലയ്ക്ക്, ഒരു ടീച്ചറായിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ, ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് നെഗറ്റീവായിട്ട് വരുന്ന ഒരു തരത്തിലുള്ള വീക്ക്നെസ്സും അവിടെ കുറിച്ച് വെക്കരുത്. ഓക്കെ, ടീച്ചർ എന്ന നിലയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു തരത്തിലുള്ള നെഗറ്റീവ്സ് അവിടെ പറയരുത്. ടീച്ചർ എന്ന നിലയ്ക്ക് നിങ്ങൾക്കുള്ള വീക്ക്നെസ്സുകൾ നിങ്ങൾ കണ്ടെത്തുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പൊ കുട്ടികളുള്ള ലവ് എന്ന് പറയുന്നത് അതൊരു വീക്ക്നെസ് ആണ് അല്ലേ? ടീച്ചർ എന്ന നിലയ്ക്ക് കുട്ടികളുള്ള സ്നേഹം, ഭീകരമായ സ്നേഹം. അപ്പോൾ ഭീകരമായ സ്നേഹം കാണിക്കുമ്പോൾ കുട്ടികളെ അടിക്കാനോ വഴക്ക് പറയാനോ ഒന്നും തോന്നത്തില്ല അല്ലേ? ഭയങ്കര സ്നേഹമായിരിക്കും, ഭയങ്കര അഫക്ഷൻ ആയിരിക്കും അവരോട് അല്ലേ? അത്രയ്ക്കും. അപ്പം അതൊരു വീക്ക്നെസ് ആയിട്ട് വരാം. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ ദിനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികളെ പിരിയുന്നത് അല്ലേ? കുട്ടികളെ പിരിഞ്ഞു പോകുന്നത് അതൊരു, അല്ലെങ്കിൽ പിരിഞ്ഞു പോകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള, വീട്ടിലേക്ക് എത്തുമ്പോൾ ഭീകരമായിട്ടുള്ള വിഷമം തോന്നാറുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളത് ഒരു വീക്ക്നെസ് ആണ്. അതായത് ഞാൻ ഈ പറഞ്ഞ കുട്ടികളുള്ള അമിതമായ സ്നേഹം, കുട്ടികളുള്ള അമിതമായിട്ടുള്ള അടുപ്പം, അഫെക്ഷൻ, കുട്ടികളെ പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം, അല്ലെങ്കിൽ കുട്ടികളെ പിരിഞ്ഞു പോകുമ്പോൾ തോന്നുന്ന വിഷമം,
ഇതൊക്കെ ടീച്ചർ എന്ന നിലയിലാണ് നല്ലത്. നല്ല പോസിറ്റീവായിട്ടുള്ള ടീച്ചർ എഴുതിയ കോളം മാറിപ്പോയി ഇവിടെ. അപ്പം ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ ടീച്ചർ എന്ന നിലയ്ക്ക് എന്താണ് നല്ല രീതിയാണ് കേട്ടോ. കുട്ടികളുടെ അമിതമായ സ്നേഹവും അമിതമായ അടുപ്പവും അവരെ പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം എന്ന് പറയുന്ന വീക്ക്നെസ് ഒക്കെ ടീച്ചർ എന്ന നിലയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ അവർ നോക്കുമ്പോഴൊക്കെ ടീച്ചർ എന്ന നില. പക്ഷെ ഒരു വ്യക്തി എന്ന നിലയിൽ എന്താണ് നല്ലതായിരിക്കുമല്ലോ. പക്ഷെ അവിടെ എപ്പോഴും നോക്കുന്നത്, ഇന്റർവ്യൂ നോക്കുന്നത് നിങ്ങൾ ടീച്ചർ എന്ന നിലയിൽ നിങ്ങളെ വീക്ക്നെസ് എന്താണ്. ഓക്കെ, വ്യക്തി എന്നുള്ള നിലയിൽ അല്ല നോക്കുന്നത്. അപ്പം ടീച്ചർ എന്ന നിലയിൽ നല്ലൊരു രീതി, അല്ലാതെ വ്യക്തി എന്നുള്ള നിലയിൽ വീക്ക്നെസ് എന്നുള്ള നിലയിൽ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വീക്ക്നെസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവരിലേക്ക് കൊടുക്കുക. അല്ല നമ്മുടെ ഭീകരമായിട്ടുള്ള നെഗറ്റീവുകളൊന്നും ഒരിക്കലും അവിടെ എഴുതി വെക്കാനായിട്ട് പോകരുത്. അവസാനത്തത് അംബീഷനാണ്. അംബീഷൻ എഴുതുമ്പോൾ എല്ലാവരും എഴുതുന്നത്, നമ്മളൊക്കെ പണ്ട് എഴുതിയത് ഒരൊറ്റ കാര്യമാണ്, ടു ബിക്കം എ ഗുഡ് ടീച്ചർ, അല്ലെങ്കിൽ ടു ബിക്കം എ ഫാന്റാസ്റ്റിക് ടീച്ചർ, ടു ബിക്കം എ ടീച്ചർ. എല്ലാം ടീച്ചർ എന്നുള്ളതായിരിക്കും. അത് ശരിയാണ്. ടു ബിക്കം എ ഗുഡ് ടീച്ചർ, നല്ലൊരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ആകുക എന്നതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ശരിയാണ്, നല്ലതാണ്. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ അത് തന്നെ എഴുതുക, അല്ലെങ്കിൽ ആ ഒരു അർത്ഥം വരുന്നത് തന്നെ എഴുതുക. അതിനെ കുറച്ചുകൂടി ഈ എല്ലാവരും എഴുതുന്നതിൽ നിന്നും കുറച്ച് വെറൈറ്റി ആയിട്ട് അതിനെ കാണുക. നിങ്ങൾ നല്ലൊരു ടീച്ചറായിട്ട് മാറുക എന്നുള്ളതാണ് എൻ്റെ അതിയായ ആഗ്രഹം എന്ന് പറയുന്നത്. അതിനെ ഒന്നും കൂടി നല്ല വെറൈറ്റി ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റുമോ, നിങ്ങളുടെ വ്യൂ ഓഫ് കോൺട്രഡിക്ഷൻസ് ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ അത് എഴുതാനായിട്ട് ശ്രമിക്കുക, പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ താഴെ ഡേറ്റ് കൊടുക്കുക. സാർ അതിനൊരു എക്സാമ്പിൾ പറയോ? അംബീഷൻ എഴുതുന്ന ഒരു മോഡൽ എന്ന് പറയും. അംബീഷൻ എഴുതുക എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക് ആയിട്ട് ടു ബിക്കം എ ടീച്ചറാണ്. ടു ബിക്കം എ ടീച്ചർ. അപ്പം അതിനെ വേറൊരു തരത്തിൽ എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ രീതിയിലുള്ള ക്ലീഷേ തരത്തിലുള്ള എഴുതരുത്. അതായത് നിങ്ങളുടേതായിട്ടുള്ള ഒരു അനുഭവം അവിടെ പങ്കുവെക്കാനുള്ള കോളമൊന്നുമില്ല. അത് ചോദിക്കുമ്പോഴേ എഴുതാനും പാടുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ പെർസെപ്ഷൻ ആയിരിക്കും ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങളുടെ പെർസെപ്ഷനാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. അതായത് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം, ഞാൻ എത്രയും പഠിച്ചു, എന്നെ എൻ്റെ മാതാപിതാക്കൾ ഇത്രയും പഠിപ്പിച്ചു, അത് മറ്റൊരാളിലേക്ക് നല്ല രീതിയിൽ, ഒരാളെങ്കിൽ ഒരാളിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ പരമമായ അംബീഷൻ, ആഗ്രഹം എന്ന് പറയുന്നത്. അതാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഒരാളെങ്കിൽ ഒരാൾ, സിമ്പിൾ. ഓക്കെ, എനിക്ക് കിട്ടിയ വളരെ കുറച്ച് അറിവുകൾ മറ്റൊരാളിലേക്ക് എത്തിക്കുക എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ എന്നിൽ നിക്ഷിപ്തമായി കിട്ടിയ കടമകൾ അല്ലെങ്കിൽ അറിവുകൾ മറ്റൊരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് ചേർക്കുക. അങ്ങനെയൊക്കെയുള്ള മലയാളത്തിലോ ഇംഗ്ലീഷിലോ നല്ല വേഴ്സുകളിലൂടെ 2-3 വാക്കുകളിലൂടെയൊക്കെ നമുക്ക് അവിടെ പ്രതിഫലിപ്പിക്കാൻ പറ്റും. ടു ബിക്കം എ ഗുഡ് ടീച്ചർ. ആ ഗുഡ് എന്നുള്ളതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. ആ ഗുഡിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കീറി മുറിച്ചിട്ട് അവിടെ കൊടുത്താൽ മതി. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ കഥ എഴുതണ്ട, അവിടെ കഥ എഴുതാനുള്ള കോളമൊന്നും ഇല്ല നമുക്ക്. ഓക്കെ, നിങ്ങളുടേതായിട്ടുള്ള വെറൈറ്റിയിൽ അവിടെ എഴുതാൻ നോക്കുക എന്നുള്ളതാണ്. എങ്ങനെ വേണോ എഴുതാം. ഞാൻ ഈ പറഞ്ഞ രീതിയിലോ എനിക്ക് കിട്ടിയ പരിമിതമായ അറിവുകൾ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുവാൻ, മാക്സിമം പരമാവധി അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അതിലൂടെ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തെ ഉയർത്തുക, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരൊറ്റ സെൻറ്റൻസ്, 4-5 വേർഡ്സിൽ ഒതുങ്ങുന്ന ഒറ്റ സെൻറ്റൻസിലേക്ക് നമുക്കതിനെ ഒതുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ക്ലീഷേ ആയിട്ടുള്ള ടു ബിക്കം എ ടീച്ചർ എന്നുള്ളതിൽ നിന്ന് മാറി ചിന്തിക്കുക എന്നുള്ള ലെവലിലാണ് നിങ്ങളോട് പറഞ്ഞത്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഡേറ്റും സിഗ്നേച്ചറൊക്കെ ഇടുക. അപ്പം ഇത് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് എഴുതുക, 2-3 പ്രിൻ്റ് എടുക്കുക, എഴുതിക്കൊണ്ട് പോവുക. ഒരെണ്ണം നല്ല വ്യക്തമായി ശുദ്ധതയോടും കൂടി എഴുതിക്കൊണ്ട് പോവുക. ഓക്കെ, അങ്ങനെ ചെയ്യുക. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു OTV സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടോ? വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടോ? OTV സർട്ടിഫിക്കറ്റ് വന്നായിരുന്നോ അവിടെ? വന്നായിരുന്നോ? വന്നില്ല. വന്നു. അത് പ്രിന്റ് എടുത്തായിരുന്നോ?
OTV സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ളതല്ലേ സാർ? അതെ 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 വെരിഫിക്കേഷൻ ആ കഴിഞ്ഞിട്ട് എടുത്തു അതെ എടുത്തു എടുത്തു വെരിഫിക്കേഷൻ എടുത്തു. കഴിഞ്ഞാലാണ് OTV സർട്ടിഫിക്കറ്റ് ആ വരുന്നത്. ഓട്ടി ആ ഓക്കെ ആ പ്രിന്റ് എടുത്തില്ലേ? എടുത്തു. സാർ അത് യുപിക്ക് വരാറായോ? UPക്ക് വരാറായില്ല. വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് കുറച്ച് ടൈം എടുക്കും തോറും വരും. അതായത് നിങ്ങളെ വൺ ടൈം വെരിഫിക്കേഷൻ അതിന്റെ സർട്ടിഫിക്കറ്റ് ആണ്, വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്. ഓൺലൈനിൽ വരുമായിരുന്നു നമ്മുടെ ഇതിൽ ഓൺലൈൻ നിങ്ങളെ വരുമായിരുന്നു. പ്രൊഫൈൽ വരും. അതായത് അതില് എന്താ പറയാ, നിങ്ങൾ അന്ന് വെരിഫിക്കേഷൻ പോയപ്പോൾ രേഖകളും കാര്യങ്ങളൊക്കെ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും ആ സർട്ടിഫിക്കറ്റിൽ, വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൽ. ഓക്കെ, അപ്പൊ അത് പ്രിന്റ് എടുത്ത് വെക്കുക. അപ്പം OTV സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത്, ഇനി ഇത് ഞാൻ പറയത്തില്ല, ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇതെല്ലാം കൊണ്ടുപോകണം. അതായത് OTV സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. OTV സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, ഇനി ബയോഡാറ്റ പ്രിന്റ് എടുത്ത് ഫില്ലപ്പ് ചെയ്തവരാണെങ്കിൽ ആ ബയോഡാറ്റയുടെ ഫോമും നിങ്ങളുടെ കയ്യിലുണ്ടാകണം. ബയോഡാറ്റയുടെ ഫോം ഉണ്ടായിരിക്കണം. അതുകൂടാതെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സുകൾ. ഓക്കെ, ഈ ബയോഡാറ്റ ഞാൻ പറഞ്ഞു രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഫില്ല് ചെയ്തും കൊണ്ടുപോകാം, ഫില്ല് ചെയ്യാതെയും കൊണ്ടുപോകാം കേട്ടോ. ഫില്ല് ചെയ്തോ ഫില്ല് ചെയ്യാതെയോ കൊണ്ടുപോകാം, രണ്ട് രീതിയിലും കൊണ്ടുപോകാം. അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽസ്, ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണോ അതിന്റെ ഒറിജിനൽ, നിങ്ങൾ ഏതൊക്കെയാണോ ഓൺ ടൈം വെരിഫിക്കേഷൻ കൊടുത്ത് ചെയ്യിപ്പിച്ചത് അതെല്ലാം ഓർഡറിൽ 10, +2, ഡിഗ്രി, PG, MPhil ഉണ്ടെങ്കിൽ MPhil, PhD ഉണ്ടെങ്കിൽ PhD, കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി, ഇതെല്ലാം ഓർഡറിലായിരിക്കണം നിങ്ങളുടെ ആ ഫയലിൽ അടുക്കി വെക്കേണ്ടത്. എവിടെയെങ്കിലും വാരി വലിച്ചിട്ട് അങ്ങനെയൊന്നും കൊണ്ടുപോകരുത്. ഓർഡറിൽ 1 by 1 ആയിട്ട് ഇങ്ങനെ അടുക്കി വെക്കുക. അങ്ങനെ സർട്ടിഫിക്കറ്റ്സ്, അതിന്റെ ഒറിജിനൽസിന്റെ കൂടെ എന്ത് ചെയ്യണം? ഒറിജിനൽസിന്റെ കൂടെ ഒരു ഫോട്ടോ കോപ്പിയും കൂടെ വെച്ചിരിക്കണം കേട്ടോ. ഫോട്ടോ കോപ്പി ആവശ്യപ്പെടുന്നില്ല, എന്നാലും ഒരു ഫോട്ടോ കോപ്പി നിങ്ങൾ കരുതണം. എന്തെങ്കിലും വേണമെങ്കിലോ, അന്നേരം കിടന്ന് ഓടാനും കാര്യങ്ങൾക്കൊന്നും വേണ്ട, ഒരു ഫോട്ടോ കോപ്പിയും കൂടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്യുക, വെച്ചിരിക്കുക. അതുപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇന്റർവ്യൂ ഡേറ്റ് വന്ന് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബാച്ച് ഡേറ്റും ബാച്ചും സീരിയലെല്ലാം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ മെമ്മോ വരും. ഒരു ഇന്റർവ്യൂ മെമ്മോ അവിടെ വരും. അപ്പോൾ ആ ഇന്റർവ്യൂ മെമ്മോ എന്ത് ചെയ്യണം? അതും ഡൗൺലോഡ് ചെയ്തെടുത്ത് കൊണ്ടുപോകണം. അതും അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒന്നാമത്തത് OTV സർട്ടിഫിക്കറ്റ് വേണം. ബയോഡേറ്റ ഫില്ല് ചെയ്യാത്തതോ ഫില്ല് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ കോപ്പി ഫോർ അതർ സർട്ടിഫിക്കറ്റ്സിന്റെ ഒറിജിനലും ഫോട്ടോ കോപ്പിയും. നാലാമത്തത് ഇന്റർവ്യൂ മെമ്മോ. അതുപോലെ തന്നെ നിങ്ങളന്ന് വെരിഫിക്കേഷന് ഏതാണോ വെരിഫിക്കേഷൻ നിങ്ങൾ കൊടുത്ത ID, ആ ID കേട്ടോ. അമൃത ഏത് ID കൊടുത്തേ? ആധാർ കാർഡാണോ? ആധാർ. അപ്പൊ ആധാർ കാർഡ്, ആ ID, പിന്നെ കൂട്ടത്തിൽ ഒരു പെന്നും കൂടി വെച്ചിരിക്കണം കേട്ടോ. ഇതൊക്കെ നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഒരു പെന്ന് വെച്ചിരിക്കണം, കാരണം അവിടെ ഒപ്പിടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ കുറച്ച് എഴുത്തുകുത്തുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് സൈൻ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പെന്നും കൂടി അവിടെ കരുതുക. അന്നേരത്തെ കിടന്ന് പെണ്ണിനെ അവരെ പേനയൊന്നും പിടിക്കരുത്. ഓക്കെ, കാരണം അവിടെ ഒരു ഈ സാധനങ്ങളെ കൊടുക്കുന്ന സമയത്ത് ആ സമയത്ത് പോലും ഇപ്പോൾ ഈ PSCയുടെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു റീവെരിഫിക്കേഷൻ കൂടെ ഉണ്ട്. മുമ്പൊക്കെ അത് സില്ലിയായിട്ട് നടന്നു പോയിരുന്നു, ഇപ്പം നന്നായിട്ട് റീവെരിഫിക്കേഷൻ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങൾ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഫയലിൽ ഉണ്ടായിരിക്കണം. പിന്നെ ക്ലാസ് ഒക്കെ എടുക്കുന്നവർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്ന് സയൻസ് ഒക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫയലിനകത്ത് നമുക്ക് വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള, അതിൻ്റെ ഏതെങ്കിലും ഒരു അറയ്ക്കകത്ത് വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്നുള്ള, നമ്മൾ എടുക്കുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ടീച്ചിങ് എയ്ഡ്സ് ഉണ്ടെങ്കിൽ അവിടെ വെച്ചുകൊണ്ട് പോകാം. അതും നിങ്ങൾക്ക് അവിടെ സൂക്ഷിച്ചുകൊണ്ട് പോകാം. ചെറിയ സാധനങ്ങൾ, ചെടിച്ചട്ടിയോ പൂച്ചെടിയോ വലിയ ഭീകര സാധനങ്ങളൊന്നല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകാവുന്നതാണ്. ഫയലിൽ വെച്ചുകൊണ്ട് പോകാം, കുഴപ്പമില്ല. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ യഥാർത്ഥത്തിൽ നിങ്ങൾ റിസൈഡ് ചെയ്യുന്ന ജില്ലയിലായിരിക്കത്തില്ല നിങ്ങൾക്ക് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് ജില്ലയിലാണോ പരീക്ഷ എഴുതിയത് ആ ജില്ലയിലായിരിക്കും നിങ്ങൾക്ക് ഇന്റർവ്യൂ വരുന്നത്, അല്ലേ? എല്ലാവരും ഇപ്പം ഉള്ള എല്ലാവരും അതാത് ജില്ലയിലാണോ പരീക്ഷ എഴുതിയിരിക്കുന്നത്? അല്ലല്ലോ, ആണോടെ? ആണ്. ഓക്കെ, അതേ ജില്ലയിലാണെങ്കിൽ ആ ജില്ലയിൽ തന്നെ ആയിരിക്കും ഇന്റർവ്യൂ എന്ന് പറയുന്നത്, മാറ്റമില്ല. അതേ ജില്ലയിലല്ലെങ്കിൽ, ഇനി അതേ ജില്ലയിലാണെങ്കിലും അല്ലെങ്കിൽ പോലും എങ്ങനെയായാലും അതേ ജില്ലയിലല്ലെങ്കിൽ തലേ ദിവസമൊക്കെ പോകേണ്ടി വരും, ദൂരമൊക്കെ ഉള്ളതാണെങ്കിൽ. നിങ്ങൾ കൃത്യം ഒരു 1 hour മുമ്പെങ്കിലും നിങ്ങൾ ഇന്റർവ്യൂ ഹാളിൽ എത്തണം, അവിടെ എത്തണം. ഓടി പിടച്ച് ചാടി തുള്ളി കയറി ചെല്ലുന്നൊരവസ്ഥ ഉണ്ടാകരുത്. അറ്റ്ലീസ്റ്റ് ഒരു 1 hour മുമ്പെങ്കിലും നിങ്ങൾ അവിടെ എത്തിയിരിക്കണം. അവിടെ എത്തി ഇരുന്ന് ഹാളിൽ ഇരുന്ന് പിന്നെ പഠിക്കാനും നോക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കേ പോകരുത്. പരീക്ഷയ്ക്ക് ചെല്ലുന്ന പോലെ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പഠിച്ചിട്ട് പോയി GK പത്രമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്ന് വായിക്കാം.
കുഴപ്പമില്ല. കയ്യിൽ പത്രം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊബൈലിൽ നോക്കി പത്രം വായിക്കാം, പ്രശ്നമൊന്നുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാതെ ഭീകരമായിട്ടുള്ള ഗൈഡുകളും നോട്ട്സുകളും ഇതൊന്നും കൊണ്ട് വാരി വിളിച്ച് അവിടെ നിന്ന് വായിച്ച് ആകെ വശമതയാകേണ്ട ഒരു കാര്യമില്ല. അങ്ങനെയൊന്നും ചെയ്യരുത്, എല്ലാം പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള GK പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ ഉള്ള കാര്യം എന്ന് പറയുന്നത്, ഇനി അടുത്ത പറയാനുള്ളത്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു, നമ്മൾ പഠിച്ചു, റെഡിയായി, സെറ്റായി. ഒരു ക്ലാസ്സും കൂടി നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ക്ലാസ് മിക്കവരോടും ചോദിക്കും, ഒരു 15 മിനിറ്റ്സ് ആണ് ക്ലാസ്സിൽ തരുന്ന സമയം. 5 മിനിറ്റ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് അവർ മതിയാക്കാൻ പറയുകയും ചെയ്യും. 5 മിനിറ്റ്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് മതിയാക്കാൻ പറയും. ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്ത് തരത്തിലുള്ള ഡ്രസ്സ്, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഏത് ഡ്രസ്സും, നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്ന ഏത് ഡ്രസ്സും ധരിച്ചുകൊണ്ട് പോകാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളത് ചിലപ്പോഴത്തേക്ക് ആണുങ്ങളുടെ കേസിൽ കുറച്ച് പേരെ കാണത്തുള്ളൂ. നോർമലായിട്ട് ചിലപ്പോൾ ഇൻസെർട്ട് ചെയ്ത് വരുന്നവർ കാണും, ഇൻസെർട്ട് ചെയ്ത് വരുന്നവർ കാണും, നോർമലായിട്ട് വരുന്നവർ കാണും. അങ്ങനെയൊക്കെ ഉണ്ട്. ഗേൾസിൻ്റെ കാര്യത്തിൽ കൂടുതൽ പേരും കണ്ടിട്ടുള്ള സാരിയാണ്. നിങ്ങൾക്ക് സാരി കംഫർട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ടൊന്നും സാരി എടുത്തുകൊണ്ട് ഇൻ്റർവ്യൂവിന് പോകരുത്. നിങ്ങൾ സ്ഥിരമായിട്ട് സാരി ഇടുന്ന ആളാണെങ്കിൽ മാത്രം സാരി കൊടുത്തുകൊണ്ട് പോവുക. അല്ലെങ്കിൽ ചുരിദാറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞ പോലുള്ള മാന്യമായിട്ടുള്ള ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് പോവുക. അല്ലാതെ ഇൻ്റർവ്യൂവിന് വേണ്ടി ഒന്ന് നന്നായിട്ട് ഇരിക്കട്ടെ, ടീച്ചർ എന്ന് പറയുമ്പോൾ സാരി ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് സാരി ഒന്നും വാരി ചുറ്റി കേട്ടുകൊണ്ട് പോകരുത്. ഇനി സാരി എടുത്തുകൊണ്ട് പോകുന്നവരെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പളവളത്ത ഭീകരമായ സാരി നിർത്തുകൊണ്ട് പോകരുത്. കണ്ണിനെ മഞ്ഞളിപ്പിക്കുന്ന തരത്തിലുള്ള സാരിയും കാര്യങ്ങളും നിർത്തുകൊണ്ട് പോകരുത്. നിങ്ങളുടെ സൗന്ദര്യത്തെ എടുത്ത് കാണിക്കുന്ന തരത്തിലുള്ള ആഭരണങ്ങൾ, ആഭരണഭൂഷിതയോ സാരിയോ വസ്ത്രങ്ങളോ ഡ്രസ്സോ മുടികെട്ടലോ അങ്ങനെ ഒന്നും ഉണ്ടാകരുത്. മാക്സിമം പുട്ടപ്പ് ചെയ്തുകൊണ്ട് പോവുക. അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകാത്ത തരത്തിൽ മുടിയെ കെട്ടിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ മിക്കവാറും നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ ഉള്ള കുട്ടികൾ ഇരിക്കുന്നു. ആ ഇൻ്റർവ്യൂ ബോർഡിനെ കുട്ടികളായിട്ട് സങ്കല്പിച്ചുകൊണ്ടൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യണം. കുട്ടികളെ ഫുഡ് കഴിച്ചോ, രാവിലെ ക്ലാസ്സാണ്, ഫുഡ് കഴിച്ചോ, എന്താണ്, ഹാപ്പി അല്ലേ, അവർ നിങ്ങളോട് മിണ്ടത്തില്ല, ചിരിക്കത്തുമില്ല, ഒന്നും ചെയ്യത്തില്ല. അവർ ചിലപ്പം പ്രതിമകളെ പോലെ ഇരിക്കുമ്പോൾ ഒന്നും റിപ്ലൈ ചെയ്തില്ലെങ്കിലും അവർ റിപ്ലൈ തരുന്നുണ്ട് എന്നുള്ള ലെവലിൽ തന്നെയായിരിക്കണം നിങ്ങൾ ക്ലാസ് എടുക്കുന്നത്. ആഹാ, ഓക്കെ, ഇഡലിയാണോ കഴിച്ചത്, മോൻ എന്താ കഴിച്ചത്, മോൾ എന്താ കഴിച്ചത്, ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം ക്ലാസ് എടുക്കുമ്പോഴുള്ളത്. ആദ്യം ഒരു ഇൻട്രാക്ഷനെ കൊടുത്ത് ഒരു കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കണം. നിങ്ങൾ ക്ലാസ്സിലോട്ട് എൻഗേജ് ചെയ്യിപ്പിച്ച് ക്ലാസ് എടുക്കണം. എന്ന് പറഞ്ഞ് വലിച്ചു നീട്ടി കൊണ്ടുപോകരുത്. വളരെ ചുരുങ്ങിയ സമയത്തുള്ള ക്ലാസ്സാണ്. 1 മിനിറ്റ് ക്ലാസ് എടുത്താലും 1 മിനിറ്റിൽ ഒരു കൺസെപ്റ്റ് പറഞ്ഞിരിക്കണം. ആ ലെവലിലായിരിക്കണം ക്ലാസ് വരുന്നത്. കാരണം ക്ലാസ് കഴിഞ്ഞിട്ട് ആ ക്ലാസ് എടുത്തതിനെ പറ്റി ചിലപ്പോൾ നിങ്ങളോട് ചോദ്യം ചോദിക്കും. അതുമായിട്ട് നിങ്ങളെടുത്ത പോർഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളവിടെ ചെയ്യണം. ഓക്കെ, പറഞ്ഞതെല്ലാം കിട്ടുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറൽ കേസായിട്ട് പറയാനുള്ളത്. പിന്നെ വേറൊരു പ്രത്യേകത, ഈ പൊക്കം ഇല്ലാത്തവർ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഇൻ്റർവ്യൂവിൽ എന്നും പറഞ്ഞിട്ട് ചിലപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ അന്നൊരു ഹൈ ഹീൽഡ് ചെരുപ്പൊക്കെ, അത് ഇപ്പോഴും തന്നെ സംഭവിച്ചൊരു കേസും കൂടിയാണ്. നമ്മുടെ ഒരു സുഹൃത്തിനൊക്കെ ഉണ്ടായ അനുഭവങ്ങളോടെ വെച്ചൊക്കെയാണ് പറയുന്നത്. ഹൈ ഹീൽഡ് ചെരുപ്പൊന്നും ഇട്ടുകൊണ്ട് പോകരുത് കേട്ടോ. നമ്മൾ എത്ര കോൺഫിഡൻ്റ് ആയിട്ട് കയറി കഴിഞ്ഞാലും, എത്ര ഇതായിട്ട് ഒരു ജോലിയല്ലേ, ഇൻ്റർവ്യൂ അല്ലേ, നമ്മൾ അതിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് നമ്മളൊന്ന് പാനിക് ആവും. പക്ഷെ നിങ്ങളോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളൊന്ന് കൂളാക്കിയിട്ടൊക്കെ ഇൻ്റർവ്യൂ തുടങ്ങത്തുള്ളൂ. എന്നാലും നമുക്ക് ടെൻഷൻ, ചിലപ്പോൾ എഴുന്നേൽക്കുമ്പോഴോ ഒക്കെ നമുക്ക് ചിലപ്പോൾ ക്ലാസ് എടുക്കാൻ പറയുമ്പോഴൊക്കെ അങ്ങനെയുള്ള ചെരുപ്പൊക്കെ നമ്മൾ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഡിസ്ട്രാക്ഷൻസ് വരും. നമ്മൾ ചെരുപ്പിനെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പോൾ ദയവ് ചെയ്ത് സാധാരണ നോർമലായിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ചെരുപ്പ് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റുകളാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇൻ്റർവ്യൂവറിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു വശം ചരിഞ്ഞോ കിടന്നോ മലന്നോ ഒന്നും ഇരിക്കരുത്. നേരെ നോക്കി നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് നിവർന്നിരുന്ന് സംസാരിക്കുക. എല്ലാവരുടെയും മുഖത്ത് നോക്കണം. ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും, ഓരോ ആൻസർ പറയുമ്പോഴും, ഓരോ കാര്യം പറയുമ്പോഴും എല്ലാവരുടെ മുഖത്തും എല്ലാവരുടെ കണ്ണുകളിലും നിങ്ങൾ സൈറ്റ് കൊടുക്കണം. ഐ ടു ഐ കോണ്ടാക്ട് എല്ലാവരിലും വേണം. ഒരാളെ തന്നെ, ഇപ്പം എ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ അയാളോട് ആൻസർ പറയുന്നതോടൊപ്പം ബാക്കി എല്ലാവരുടെയും കണ്ണിലേക്ക് നോക്കി തന്നെ ആയിരിക്കണം ആൻസർ പറയേണ്ടത്. എന്ന് പറഞ്ഞ് തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടണ്ട. നമ്മൾ അവിടെ ഇരുന്നാൽ തന്നെ എല്ലാവരിലേക്കും കിട്ടും, എല്ലാവരിലേക്കും വ്യൂ കിട്ടും. അപ്പോൾ എല്ലാവരുടെയും മുഖത്ത് നോക്കിയിട്ട് ആൻസർ പറയുക, സംസാരിക്കുക. വാഗ്വാദത്തിനും തർക്കത്തിനും ഒന്നും പോകരുത്. ഒരിക്കൽ കൂടി പറയാണ്, നമ്മുടെ അറിവ് പ്രദർശിപ്പിക്കേണ്ട ഒരു സ്ഥലമേ അല്ല അത് എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന, നിലവിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നന്നായിട്ട് നോക്കിക്കൊണ്ട് പോകേണ്ട ഒരു
സാധ്യം എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മുടെ ജനറൽ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവേണ്ടത്. ഓക്കെ, കൂടുതലായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് പോകേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നാളെ ഇന്റർവ്യൂവിനുള്ള ആരും ഇല്ലെന്ന് കരുതുന്നു. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് നോട്ട്സ് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ആ നോട്ട്സും കാര്യങ്ങളൊക്കെ നോക്കുക. അതായത് കുറേ പദ്ധതികളുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പാഠ്യപദ്ധതി, നമ്മൾ പഠിച്ച കരിക്കുലം ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മുടെ ഒന്ന് രണ്ട് കാര്യങ്ങളുടെ അവിടെ പറയാനുണ്ട്. നമ്മുടെ ഈ പൊതുവിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളും കൂടി അവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മുടെ കരിക്കുലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറയാനുള്ളത്. പിന്നെ ഇത് അടുത്ത പറയാൻ പോകുന്ന ക്ലാസ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അടുത്ത ക്ലാസ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇനി കേരള പൊതുവിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള DPIയുടെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ അല്ലെങ്കിൽ DUOമാർ, AUമാർ അവരൊക്കെ ഇപ്പോൾ ഉണ്ടോ, അങ്ങനെ ഒരു സിസ്റ്റം ഇപ്പം നമുക്ക് നിലവിലുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ജനറൽ ആയിട്ടുള്ള ഫാക്ട്സുകൾ. അതായത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു സ്ട്രക്ചർ തന്നെ അതാണല്ലോ. അതായത് വിദ്യാഭ്യാസ മന്ത്രി, അതായത് മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, വിദ്യാഭ്യാസ സെക്രട്ടറി, വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി, മീൻസ് ജില്ലാ സെക്രട്ടറി, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, അതുപോലെ തന്നെ DPI, അതുപോലെ തന്നെ അഡീഷണൽ DPI രണ്ടുപേര് വരും. ഭരണതലത്തിലും വരും, അക്കാദമിക് തലത്തിലും വരും. പിന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ, DUOമാർ. അതായത് നമുക്ക് കേരളത്തിൽ മൊത്തം 38 വിദ്യാഭ്യാസ ജില്ലകളാണുള്ളത്. അതിൽ 38 DUOമാരുണ്ട്. അപ്പം DUOമാർ, AUമാർ, ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചറുണ്ട്. അത് നമ്മൾ അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ കീഴിലുള്ള ഇപ്പം നിലവിലുള്ള അതായത് മെയിനായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് നമ്മളൊന്ന് പഠിച്ചിരിക്കണം. അതാണ് ജനറൽ എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറേ പദ്ധതികൾ, വിദ്യാഭ്യാസ പദ്ധതികൾ, അത് കുറച്ച് നോട്ട്സ് ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കുറേ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഡിജിറ്റൽ മലയാളം പോലുള്ള, സുഹൃത്ത് പോലുള്ള, ചാറ്റ് ബോട്ട് പോലുള്ള ഒത്തിരി സാധനങ്ങളുണ്ട്. ഇതൊന്നും LP UPക്ക് പഠിച്ചവരെ പഠിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നേരെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. പിന്നെ SCRT പറ്റിയും കൈറ്റിനെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിനെ പറ്റിയൊക്കെ ഒന്ന് ആ ജനറൽ അവയർനെസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കുക വെച്ചാൽ അറിയാവുന്ന. ഇനി പഠിക്കാനൊന്നും പോകണ്ട, പ്രത്യേകമായിട്ട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ചെയ്യാനോ പഠിക്കാനോ നിങ്ങൾ നിൽക്കരുത്, കാണാപ്പാടം പഠിക്കാനോ നിൽക്കുന്നുണ്ട്. അറിയാവുന്ന കാര്യങ്ങൾ ആ ഒരു ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ പറയാനുണ്ട്. ഇപ്പം ഐസിൻ്റെത്, അങ്ങനെയൊക്കെയുള്ള, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഐസ്, അങ്ങനെയൊക്കെയുള്ള ഒന്ന് രണ്ട് കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ CTE, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ചോദിക്കത്തില്ല, ഞാൻ പറയുകയാണ്. ജനറൽ എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ട ആ കാര്യങ്ങളൊക്കെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കണം. പിന്നെ ഞാൻ ഈ പറഞ്ഞതിനൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ആ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ ഇന്റർവ്യൂവിന് തൊട്ട് മുമ്പ് ഒരു 10 ദിവസം മുമ്പുള്ള കറണ്ട് അഫയേഴ്സ് എങ്കിലും അത്യാവശ്യം പത്രം നോക്കി അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. കറണ്ട് അഫയേഴ്സ് ചോദിക്കുമ്പോൾ എപ്പോഴും കറണ്ട് അഫയേഴ്സ് അല്ല, ഏത് ചോദ്യം ചോദിച്ചാലും വൺ വേർഡ് ചോദ്യം ആയിരിക്കത്തില്ല, ക്വിസ് ആയിരിക്കത്തില്ല. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സബ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. കറണ്ട് അഫയേഴ്സ് ചോദിക്കുമ്പോഴത്തേക്ക് അന്നത്തെ ഇപ്പം നിങ്ങൾ ഇന്റർവ്യൂ ഡേറ്റ് എന്നാണോ, ഡേറ്റിൻ്റെ അന്നുള്ള രാവിലത്തെ പത്രത്തിൽ വന്ന ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ആ കാര്യം ചോദിക്കും. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അതും ചോദിക്കും. ഒരു വ്യക്തിയെക്കുറിച്ചാണെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതും ചോദിക്കും. അതാണ് ഞാൻ പത്രം വായിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. അങ്ങനെ ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ട് അന്നത്തെ സംഭവങ്ങൾ, അന്ന് പത്രത്തിൽ വരുന്ന മെയിൻ ഹെഡിങ്സുകൾ, അതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതൊക്കെ പഠിക്കുക. അപ്പം ഇത്രയും വളരെ റിലാക്സ് ആയിട്ട് ടെൻഷൻ ആവാതെ പഠിക്കാൻ നോക്കുക. ഇനി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളില്ല. ഇനി നമ്മൾ 2-3 ഭാഗങ്ങൾ കൂടെ ഉള്ളൂ. ആ ക്ലാസ് എടുക്കുന്നതും മോക്ക് ഇന്റർവ്യൂവും കാര്യങ്ങളുടെ കൂടെ ഉള്ളൂ. അത് അടുത്ത സെക്ഷനിൽ തരുന്നതായിരിക്കും, അടുത്ത സെക്ഷനിൽ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. നിങ്ങളിത് വീണ്ടും ഞാൻ ഇടക്കിടയ്ക്ക് പറയുന്നതാണ്, ഓർമ്മിപ്പിക്കുന്നതാണ്. പിന്നെ ഞാൻ പഠിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡെയിലി നോക്കുക, കറണ്ട് അഫയേഴ്സ് നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന GK ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കുക. അല്ലാതെ പുതിയ GK കാര്യങ്ങളോ ഇന്ത്യൻ ഹിസ്റ്ററിയോ ഇന്ത്യൻ ജിയോഗ്രഫിയോ എക്കണോമിക്സ് ഒന്നും പഠിക്കാനൊന്നും നിൽക്കരുത്. ഇതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് ഇപ്പം റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് അണ്ടർ ദ കൺട്രോൾ ഓഫ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് നോക്കേണ്ടത്, അങ്ങനെയാണ് നോക്കി പഠിക്കേണ്ടത്. അത്യാവശ്യം ഇപ്പം ഞാൻ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, വിദ്യാഭ്യാസപരമായിട്ട് പെട്ടെന്ന് ചോദിക്കാൻ പറ്റുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞ മാസങ്ങളിലാണ് നമ്മുടെ എന്താണ് സ്കൂൾ യുവജനോത്സവം നടന്നില്ല. സ്കൂൾ യുവജനോത്സവം അറിഞ്ഞായിരുന്നല്ലോ. അപ്പൊ അത് ആർക്കാണ് സ്വർണ്ണക്കപ്പ് കിട്ടിയതെന്നും ഏറ്റവും പോയിന്റ് കൂടുതൽ കിട്ടിയ ജില്ലയെന്നും അങ്ങനെയൊക്കെ ആ ലെവലിലുള്ള കറണ്ട് അഫയേഴ്സ്, അങ്ങനെയൊക്കെയുള്ള കറണ്ട് അഫയേഴ്സ് അതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ,
പിന്നെ വ്യക്തികളെക്കുറിച്ച് ഈ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ കറണ്ട് അഫയേഴ്സായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി അതൊക്കെയാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ചില ആൾക്കാരോടത്ത് ഭീകരമായിട്ടുള്ള GK ക്വസ്റ്റ്യൻസ് പറ എന്നുള്ള ലെവലിൽ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ഒരു ടെൻഷനും പേടിയൊന്നും വേണ്ട. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് അതായിരിക്കും നിങ്ങൾക്ക് മാർക്ക് നേടിത്തരുന്നത്. മിക്കവാറും എല്ലാവരും ഒക്കെ 30-40 ഒക്കെ ലഭിക്കാറുണ്ട്. ഒന്നും പറയാതെ പേടിച്ചരണ്ട് വേർത്ത് വിളിച്ചിരിക്കുന്നവർക്കാണ് ഈ മിനിമം ആയി പോകുന്നത്. അല്ലാതെ നോർമലായിട്ട് സില്ലി ആയിട്ട് പങ്കെടുക്കുന്നവർക്കെല്ലാം ആ ഒരു മാക്സിമം 30-40-50 മാർക്കുകൾ കൊടുക്കുന്നുണ്ട്, കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഞാൻ ഈ പറഞ്ഞ ജനറൽ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന രീതിയിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇതെല്ലാം ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അതുകൂടാതെ മോക്ക് ഇൻ്റർവ്യൂസും അതുപോലെ തന്നെ നിങ്ങളുടെ മോക്ക് ക്ലാസ്സുമായിരിക്കും എടുപ്പിക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് എടുക്കാൻ പറ്റുന്ന ടോപ്പിക്, 15 മിനിറ്റാണ് ക്ലാസ് എങ്കിൽ 5 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇന്റർവ്യൂ കഴിഞ്ഞവരത്തും ക്ലാസ് ഒക്കെ എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അത് 5 മിനിറ്റ് ഒക്കെ എടുക്കാൻ പറയുന്നുള്ളൂ. 5 മിനിറ്റ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പം ക്ലാസ് എടുക്കാനായിട്ടൊക്കെ. അപ്പോൾ അതും കൂടി നോക്കുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടെ? ഓക്കെ. മാഷെ ആ മേക്കിംഗ് ഒറിഗാമി ഇപ്പൊ യൂട്യൂബ് കണ്ടിട്ട് ഒറിഗാമി ചെയ്യാം, അത് നമുക്ക് ഹോബി ആയിട്ട് എഴുതാൻ പറ്റുമോ? നിങ്ങളത് ചെയ്യുന്ന ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഈ എന്ത് സാധനമായാലും എന്ത് ഹോബി ആയാലും എന്ത് ചെയ്യുക, നിങ്ങളത് ചെയ്യുന്ന ആളാണോ? മനസ്സിലായില്ലേ? നിങ്ങൾ അവർ കേട്ടിട്ടില്ലാത്തതോ പേപ്പർ വർക്കല്ലേ ഉദ്ദേശിച്ചത് ഒറിഗാമി? അതെ അതെ അതെ. പക്ഷെ അതിൽ എന്തെങ്കിലും അന്നേരം അതിന്റെ മുകളിൽ എന്തെങ്കിലും ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരുമോ? അല്ല, നിങ്ങളുടെ അത് ഉണ്ടാക്കാനുള്ള നിങ്ങളുടെ ഇൻസ്പിറേഷൻ എന്താണ് നിങ്ങൾക്ക് അത് ഉണ്ടാക്കുന്നുള്ള മേന്മ, എങ്ങനെയാണ് അത് നിങ്ങൾക്ക് കിട്ടിയത്, എങ്ങനെയാണ് പഠിച്ചത്, അതിനുള്ള കഴിവുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അവർക്ക് അറിയാവുന്നതാണെങ്കിൽ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ വാചാലനാകാൻ നിൽക്കേണ്ട. നിങ്ങൾക്ക് അത്യാവശ്യം അറിയാവുന്ന കാര്യം ജസ്റ്റ് എന്ന് പറയും, അത്രേ ഉള്ളൂ. മനസ്സിലായ? അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ റീഡിംഗ് എന്നും പറഞ്ഞിട്ട് എല്ലാവരും എഴുതി കൊടുക്കും. നിങ്ങൾ റീഡിംഗ് എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ റീഡിംഗ്, ഓക്കെ ഇയാളെ ഹോബി റീഡിങ്. അമൃത, ഓക്കെ അമൃത റീഡിംഗ് ആണല്ലോ അമൃതയുടെ ഹോബി, ഇങ്ങനെ ചോദിക്കുന്നത്. ഹലോ അമൃത, ഓക്കെ അമൃതയുടെ ഹോബി, അമൃതയുടെ വിനോദം റീഡിംഗ് ആണല്ലോ എഴുതിയിരിക്കുന്നത്. എന്ത് തരത്തിലുള്ള പുസ്തകങ്ങളാണ് അമൃത വായിക്കുന്നത്? വായിക്കാത്ത ഒരാളാണെങ്കിൽ അവിടെ പോയില്ലേ. എന്ത് തരത്തിലുള്ള പുസ്തകങ്ങളാണ്, അല്ല എന്താണ് അമൃതയുടെ റീഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരുപാട് തരത്തിൽ പറയാം. സാറേ ഞാനിപ്പോൾ പുസ്തകങ്ങളൊന്നുമല്ല വായിക്കുന്നത്, ഞാൻ വായിക്കുന്നത് നമ്മുടെ ബ്ലോഗുകളാണ്, ഓൺലൈൻ ആയിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ അങ്ങനെ പറഞ്ഞൂടെ? അത് പറയാം. അത് വായിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ബ്ലോഗുകളാണ് വായിക്കുന്നത്. ആ റീഡിങ് എനിക്ക് ഇഷ്ടമാണ്, അതാണ് എനിക്ക് താല്പര്യം. പുസ്തകങ്ങളെ ആശ്രയിക്കാറില്ല. അത് അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ പറയാം, ഏത് തലത്തിൽ നിന്ന് ചോദിക്കുമ്പോഴത്തേക്ക്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു റീഡർക്ക് സാധാരണ ഓരോ ഏരിയ ആയിരിക്കും ഇഷ്ടം അല്ലേ? റീഡിങ് ഹോബിയായിട്ട് എടുക്കുന്നവർക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ കാണും, ഇഷ്ടപ്പെട്ട ഒരു ഏരിയ കാണത്തില്ലേ? ഏരിയ കാണും. ചിലർക്ക് ഫിക്ഷൻസ് ആയിരിക്കും, ചിലർക്ക് കഥകളായിരിക്കും, ചിലർക്ക് ആ കഥകളിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ ഹാരി പോട്ടർ പോലുള്ള അങ്ങനെയുള്ള കഥകളായിരിക്കാം, ചിലർക്ക് നോവൽസ് ആയിരിക്കും, ചിലർക്ക് നാടകങ്ങളായിരിക്കും, ചിലർക്ക് ചെറുകഥകളായിരിക്കും, ചിലർക്ക് ഈ ക്രിറ്റിസിസം ആയിരിക്കും. അങ്ങനെ പല ഏരിയാസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ചോദിക്കും. ഒരു റീഡിംഗ് ഒക്കെ ആണെങ്കിൽ കറക്റ്റ് ചോദിക്കും. അപ്പം ഞാനൊരു ഒരു കവിതയാണ്, എനിക്ക് നോവലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവസാനമായിട്ട് വായിച്ച നോവൽ ഏതാണെന്ന് ചോദിക്കും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അല്ലെങ്കിൽ ആ നോവലിൻ്റെ കഥാകൃത്തിൻ്റെ പേര്, അയാൾക്ക് കിട്ടിയ അവാർഡോ, അല്ലേ, അയാൾ എവിടത്തുകാരനാണ്, അയാളെക്കുറിച്ച് നമ്മളൊരാൾ. അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എഴുത്തുകാരൻ ആരാണ്? റീഡിങ് ചോദിക്കുമ്പോൾ ചോദിക്കും. ചാടിക്കയറി നമ്മളൊരാളെ പേരങ്ങ് പറയും ഗുമ്മിന് വേണ്ടിയിട്ട്. അയാളെപ്പറ്റി ഒരു പിണ്ണാക്കും നമുക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ അയാളെപ്പറ്റി ആയിരിക്കും അടുത്ത ചോദ്യം. MD വാസുദേവൻ നായരെ പറ്റി ഞാൻ പറയുകയാണ്. അയാൾ എന്നാ മരിച്ചത്? അയാൾക്ക് ഏതെല്ലാം അവാർഡ് കിട്ടിയിട്ടുണ്ട്? ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ് ഏതാണ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത്? പത്മ നിങ്ങള് പറയുന്ന കാര്യം ചെയ്യുന്നില്ല, അതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത് അല്ലേ? കാരണം നിങ്ങൾ പത്രം വായിക്കുന്നുണ്ടോ ആരെങ്കിലും? പത്രമൊക്കെ വായിക്കുന്നുണ്ടോ ആരെങ്കിലും? പത്രം വായിച്ചിട്ട് എഴുതുന്നുണ്ടോ? സത്യം പറയടേ, ആത്മാർത്ഥമായിട്ട് പറയാം, നെഞ്ചിൽ കൈവച്ച് പറയാം. അത് ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യം ചെയ്യുന്നുണ്ടോ? പത്രം വായിക്കുന്നുണ്ടോ ആരെങ്കിലും? മഞ്ജുഷ എങ്കിൽ പറഞ്ഞോ. അമൃത മഞ്ജുഷയൊക്കെ പത്രം വായിക്കുമെന്ന് പറഞ്ഞേ. ഈ
MD വാസുദേവൻ നായർക്ക് നിളയുടെ കഥാകാരൻ എന്ന് പറയുന്ന വ്യക്തിയാണ് MD വാസുദേവൻ നായർ. നമ്മൾ അങ്ങനെ പറയും. MD വാസുദേവൻ നായരെ കുറിച്ച് ചോദിക്കും, നിങ്ങൾ പെട്ടെന്ന് നിളയുടെ കഥാകാരൻ എന്ന് പറയും. അപ്പൊ ചോദിക്കും നിളയുടെ കവിയായിരുന്നു, നിങ്ങളുടെ അടുത്ത ചോദ്യം ചോദിക്കാം. അങ്ങനെയൊക്കെ പൊലിപ്പിച്ചു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? അതൊക്കെ വരും, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരും അവർക്കറിയാമെങ്കിൽ. അപ്പൊ ഞാൻ അമൃതയോടും മഞ്ജുഷയോടും ചോദിക്കുകയാണ്, ഈ MD വാസുദേവൻ നായർക്ക് ഇപ്പൊ അവസാനമായിട്ട് അദ്ദേഹത്തിന് അവസാനമായിട്ട് കിട്ടിയ അവാർഡ് ഏതാണെന്നുള്ളത്? ഏതാണ്? പത്മ മഞ്ജുഷ ഉറക്കെ പറഞ്ഞു. പത്മവിഭൂഷണാണ്. പത്മവിഭൂഷണാണ്. അത് അതെ അമൃത പറഞ്ഞ പോലെ മരണാനന്തര ബഹുമതിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്, പത്മവിഭൂഷൺ. അപ്പൊ പത്മഭൂഷണെ പറ്റി ചോദിക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം, ഇപ്പൊ പത്മവിഭൂഷൺ എന്ന് പറഞ്ഞു, ചിലപ്പോൾ അവർക്ക് അറിയാമെങ്കിൽ മുമ്പ് ആർക്കെങ്കിലും പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ടോ ചോദിക്കും. ഇവിടെ കേട്ടില്ല. ആർക്കാ കിട്ടിയിട്ടുണ്ടെന്നാണ് ചോദിച്ചത്. വള്ളത്തോളിനെ കിട്ടിയിട്ടുണ്ടോ പത്മവിഭൂഷൺ? പത്മഭൂഷൺ നേടിയ ആദ്യ മലയാളി ഏതാ? അത് ചോദിച്ചാൽ പോയി. പിന്നെ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ആൻസർ ശരിയാണ്. വള്ളത്തോൾ നാരായണ മേനോനല്ലേ ആദ്യമായിട്ട് പത്മഭൂഷൺ കിട്ടിയത്? സോറി, അത് പത്മഭൂഷൺ അല്ലേ? വള്ളത്തോളിന് കിട്ടിയത് ഇല്ലേ? അല്ലയോടെ? വള്ളത്തോൾ എന്ന് പറഞ്ഞ ആരാണ്? അത് വള്ളത്തോളിനല്ലേ? വള്ളത്തോളിന് ആദ്യമായിട്ട് പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നത്. വേറെ ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ നിന്ന് പത്മഭൂഷൺ നേടിയ ഈ കഥാവിഭാഗത്തിലോ കവിതാ വിഭാഗത്തിലോ? കവികളോ കഥാകാരന്മാരോ ആരെങ്കിലും ഉണ്ടോ? മലയാളത്തിൽ നിന്നും പത്മഭൂഷൺ നേടിയ ആദ്യ വ്യക്തി ആരെന്നറിയാമോ? VK കൃഷ്ണമേനോനാണ്. കേട്ടിട്ടുണ്ടോ? VK കൃഷ്ണമേനോനെ കേട്ടിട്ടുണ്ട്. അതിന്റെ ചരിത്രം ഞാൻ പറയുന്നില്ല, കൃഷ്ണമേനോന്റെ ചരിത്രം ഞാൻ പറയുന്നില്ല. VK കൃഷ്ണമേനോനാണ്. ഓക്കെ, VK കൃഷ്ണമേനോനാണ്. ഞാനൊരു ഇൻഡ്യൂഷൻ പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ പത്മഭൂഷൺ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതൊരു സാധാരണ നോർമലായിട്ടുള്ള സാധാരണ PSC പഠിക്കുന്ന LPUP പഠിക്കുന്ന ഒരു കുട്ടിക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അങ്ങനെ ഹോബീസ് എഴുതുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ആൻസറുകൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ. ഓർഗാമി കൊടുക്കുമ്പോഴത്തേക്ക് ഓർഗാമി ചെയ്യുന്ന ആളാണെങ്കിൽ ചെയ്യാം. അതിനെപ്പറ്റി ഭീകരമായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടൊന്നും പോണ്ട. എനിക്കിങ്ങനെ ഒരു ചെറിയൊരു കഴിവുണ്ടായിരുന്നു, ഞാൻ ചെയ്തു നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ വീട്ടിൽ വെക്കും, ഫ്രണ്ട്സിന് കൊടുക്കും. അത് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ ഏർപ്പെടുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നു. അല്ലയോ? ഫ്രണ്ട്സിനൊന്നും കൊടുക്കല്ലോ മാഷെ? ഇല്ല, അല്ല, ചെയ്യുന്ന പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ ഫ്രണ്ട്സിന് കൊടുക്കുന്നതാണെങ്കിൽ ഫ്രണ്ട്സിന് ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ ഓർഡർ അനുസരിച്ച് ചെയ്യാൻ മറ്റവർക്ക് ചെയ്ത് കൊടുക്കും. എന്താണ് നമ്മൾ അതിൽ ചെയ്യുന്ന ആ കാര്യങ്ങൾ? ഓക്കെ, എന്താണോ നമ്മൾ അതിൽ ചെയ്യുന്നത് അത് പറഞ്ഞാൽ മതി, അല്ലാതെ കള്ളം പറയണമെന്നല്ല കേട്ടോ. സർ അതുപോലെ ഹോബി എഴുതുമ്പോഴേ നമ്മള് ഹോബി ആയിട്ട് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെ പറയണ്ടേ? നമ്മൾ പാട്ട് പാടുന്നു, അല്ലെ പാട്ട് എൻജോയ് ചെയ്യുന്നു, അല്ലെ വാച്ചിങ് TV, അതൊന്നും ഇല്ല. ഞാൻ ഇതിനെപ്പറ്റി വാചാലനാകാത്തത് ആദ്യത്തെ ക്ലാസ്സിൽ ഞാനെപ്പറ്റി വാചാലനായതാണ്. എന്താണ് ഹോബി എഴുതേണ്ട എങ്ങനെയാണ്, എന്താണ് ഹോബിക്ക് കൊടുക്കേണ്ടത്? പാട്ട് കേൾക്കുന്നതും വീണ വായിക്കുന്നതൊക്കെ ഹോബിയാണോ? അല്ല, അതൊന്നും ഹോബിയല്ല. അതല്ലേ ചോദിച്ചത്? അപ്പൊ അതൊന്നും ഹോബിയല്ല. അപ്പൊ ചോദിച്ച ആളുടെ ഹോബി പറഞ്ഞേ. ഗാർഡനിങ്. ആരായിരുന്നു ചോദിച്ചത്? മഞ്ജുഷയാണ്. ആരാ? മഞ്ജുഷയുടെ ഹോബി എന്താണ്? ഗാർഡനിങ്. ഓക്കെ, നല്ലൊരു ഹോബിയാണ്. ഓക്കെ, അല്ലാതെ വേറെ നിങ്ങളുടെ ഹോബി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്ടേ. ഒരാളുടെ ഗാർഡനിങ് ആണ്, പൂന്തോട്ടം പരിപാലിക്കുക, നോക്കുക എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഗാർഡനിങ് ആണ് ഒരാളുടെ. അടുത്ത ആളുടെ പറഞ്ഞാണ്ടേ. അമൃതയുടെ ഹോബി എന്താ?
അമൃതയുടെ ഹോബി എന്താ? എന്റെ ഹോബി ഇതന്നെ, പക്ഷെ ഞാൻ എഴുതാൻ വിചാരിച്ചിരുന്ന ഒറിഗാമി കാര്യം മക്കള് ചോദിച്ചു. ഒറിഗാമി തന്നെയാണ്. ആ ആ ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത ആളുടേത് ഷിൻഡുവിൻ്റെത് ഹോബി എന്താണ്? ഷിൻഡുവിന്റെ ഹോബി എന്താ? ഷിൻഡു ഇല്ലേ? ഷിൻഡു പോയോ? പറഞ്ഞേ ഇതാണ്ടേ. ഷിൻജു പോയോ? ഷിൻജു പോയില്ലോ. ഷിൻഡു പറഞ്ഞോ, ഷിൻഡുവിന്റെ ഹോബി എന്താ? ഹോബി ഇല്ലേ? ഇതുവരെ കണ്ടുപിടിച്ചില്ലേ? ഞാൻ നിങ്ങളുടെ കുറേ കാര്യങ്ങൾ ഹോംവർക്കായിട്ട് നിങ്ങൾ എഴുതണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹോബി എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കണം? ഒരു ഒരു വേർഡ് ഒരു ടേം പറഞ്ഞേ, അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അത് കണ്ടെത്താൻ പറ്റും. നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഹോബി എന്ന് പറയുമ്പോൾ എന്താണ്? വിനോദം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട് യു മീൻ ബൈ വിനോദം? ആ നമുക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ നമ്മുടെ സന്തോഷം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ സ്ഥിരമായിട്ട് പതിവായിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം അല്ലേ? ഇപ്പം റീഡിങ് എന്ന് പറയുന്ന ഒരു ഹോബി ആക്കാൻ പറ്റുമോ? പറ്റും. റീഡിങ് ഒരു ഹോബിയാണ്. അത് നന്നായിട്ട് വായിക്കുന്ന ഒരാളാണെങ്കിൽ റീഡിങ് ഒരു ഹോബി ആക്കാൻ പറ്റും. ഇപ്പം പൂന്തോട്ട പരിപാലനം എന്ന് പറഞ്ഞു. പൂന്തോട്ട പരിപാലനം എന്ന് പറയുന്നത് ഒരു ഹോബി ആക്കാൻ പറ്റും. സ്ഥിരമായിട്ട് അങ്ങനെ ഒഴിവ് സമയങ്ങളിൽ ചെയ്യുന്നതാണെങ്കിൽ പറ്റും. അല്ലെങ്കിൽ സൈക്ലിംഗ് എന്ന് പറയുന്ന ഒരു ഹോബിയാണ്. ഞാൻ ഒഴിവ് സമയങ്ങളിൽ സൈക്ലിങ്ങിന് പോകാറുണ്ട്. ഞാൻ ഒഴിവ് സമയങ്ങളിൽ കയാക്കിങ്ങിന് പോകാറുണ്ട്. ഞാൻ ഒഴിവ് സമയങ്ങളിൽ കനൂയിങ്ങിന് പോകാറുണ്ട്. ഞാൻ ഒഴിവ് സമയങ്ങളിൽ ഹോഴ്സ് റൈഡിങ്ങിന് പോകാറുണ്ട്. അതെനിക്ക് ഹാപ്പി കിട്ടുന്നതാണ്. ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഹോബിയാക്കാം. ഞാൻ ഒഴിവ് സമയങ്ങളിൽ വെറുതെ ഇരിക്കുമ്പോൾ ഡ്രൈവിങ്ങിന് പോകാറുണ്ട്. ഇതൊക്കെ ഹോബിയാക്കാം നമുക്ക്. ഇപ്പം ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അത് ഹോബിയായിട്ട് പറയാം. അപ്പോൾ എപ്പോഴും എഴുതുന്നത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ ഹോബി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ റെഗുലറായിട്ട് ഫ്രീ ടൈമിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അത് മാത്രമേ നിങ്ങൾ സൂചിപ്പിക്കാവൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അബദ്ധം പറ്റുകയും ചെയ്യരുത്. വെറുതെ റീഡിംഗ് ഇല്ലാത്ത ഒരാൾ റീഡിംഗ് കയറി എഴുതരുത്. ഗാർഡനിങ് ഇല്ലാത്ത ഒരാൾക്കാർ ഗാർഡനിങ് കയറി എഴുതരുത്. ഇപ്പോൾ ഗാർഡനിങ് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചോദിക്കും. ഇപ്പം മഞ്ജുഷയുടെ അടുത്ത് പെട്ടെന്ന് ചോദിക്കുകയാണ്, എന്താ മഞ്ജുഷയുടെ ഗാർഡനിലുള്ള പ്രധാനപ്പെട്ട ഓർക്കിഡ് ഉണ്ടോ? എങ്കിൽ ഏതാ ഓർക്കിഡാ? അല്ലെങ്കിൽ ഏതൊക്കെ പ്ലാന്റാ? ഇങ്ങനെ ചോദിക്കും. അത് പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പറയും മഞ്ജുഷ. ഓർക്കിഡ്, റോസ്. റോസ, ഓർക്കിഡ്, പിന്നെ പൂന്തോട്ടം.